സ്വർഗത്തിലെ ദൂതന്മാർ രാപ്പകൽ കർത്താവിനെ ആരാധിക്കൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അത് മൂപ്പന്മാർ അവരുടെ കിരീടങ്ങളെ താഴെ വെച്ചാണെങ്കിലും, ദൂതന്മാർ കെരൂബുകൾ ചിറകുകൾ അടിച്ച് പറന്ന് മുഖം മൂടി പാദം മൂടി ആണെങ്കിലും, they have only one song to sing, hallelujah, you are holy, you are holy, you are holy. And when that song is continuously, spontaneously happening in the heavenly realm, exactly we need to, hallelujah, do the same thing while we are on the face of the earth. കാരണം ഒരു നാൾ നാം പാടിയതുപോലെ ഈ ലോകമൊക്കെ വിട്ടിട്ട് ആ ആരാധനയുടെ ഭാഗമായി തീരേണ്ടവരായതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്കിതൊരു സ്ട്രെയിഞ്ചായി തീരാതിരിക്കേണ്ടതിന് we need to become a part of that heavenly worship when we are living on this world. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി തീരട്ടെ. നമ്മൾ ചിന്തിച്ചു വന്ന വേദഭാഗം, അതിൻ്റെ ഒരു ചിന്തയും കൂടി ഇന്ന് രാവിലെ പങ്കുവെച്ച് ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കാം. ബാക്കി നിങ്ങൾക്ക് തന്നെ പ്രസംഗങ്ങളാക്കി എടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും പ്രസംഗകൻ്റെ എല്ലാ കാര്യവും പറയണമെന്ന് പരിശുദ്ധാത്മാവിന് നിർബന്ധമൊന്നുമില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടത് മാത്രം. നാം പഠിച്ചു വന്നത് പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ ചിൽഡ്രൻ ഗുഡ് ടു സീ യു ഓൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-10 വാക്യങ്ങളുടെ പ്രാരംഭവാക്യം വായിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ വചനം ധ്യാനിച്ചത്. അപ്പോൾ യഹോവ മോശയോട് ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറയുകയും പിന്നീട് അല്പസമയം കഴിഞ്ഞിട്ട് മോശയോട് ആകയാൽ വരിക എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വചനചിന്തയാണ്. സോ വെൻ ഗോഡ് ആസ്ക്സ് മോസസ് ടു pause for a moment, stop for a moment, stop for a season, you need to listen to God exactly what he want to speak to you. ദൈവത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുവാൻ മോശയെ പിടിച്ചു നിർത്തിയ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ മോശയെ ദൈവം പിടിച്ചു നിർത്തിയ കാലഘട്ടത്തിൽ ദൈവം മോശയോട് സംവാദിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ 6, 7, 8, 9 വാക്യങ്ങളൊക്കെ വായിച്ച് വ്യാഖ്യാനിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. നമ്മൾ ആരംഭ ഭാഗം മാത്രമേ ചിന്തിച്ചുള്ളൂ. ദൈവം ചില സന്ദേശങ്ങൾ മോശയ്ക്ക് കൈമാറുകയാണ്. ഞാൻ നിന്നെ ഒരു ലീഡറായിട്ട് എടുക്കാൻ പോവുകയാണ്. നിൻ്റെ ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ സ്തോത്രം നീ അറിയേണ്ട വെളിപ്പാടുകൾ, ബിക്കോസ് യു ആർ ഗോയിങ് ടു ലീഡ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇറ്റ്സ് നോട്ട് 1 or 2 or 600,000 ഫാമിലീസ്. 6 ലക്ഷം കുടുംബങ്ങളാണ്. വി ഡോണ്ട് ഹാവ് ദ നമ്പർ. കാരണം 6 ലക്ഷം കുടുംബങ്ങളെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് നൗ എ ഡേയ്സ് 1 or 2. ഇറ്റ്സ് നോട്ട് എ ദാറ്റ് മീൻ വാട്ട് വി കോൾ ദ ആറ്റോമിക് ഫാമിലി ഒന്നുമല്ല. വലിയ ലാർജ് ഫാമിലീസാണ്. ഒരു കുടുംബത്തിലൊക്കെ 75 പേരൊക്കെ കണ്ടേക്കാം. സോ വി ഡോണ്ട് ഹാവ് ദ എക്സാക്ട് നമ്പർ ഓഫ് ഹൗ മെനി പീപ്പിൾ വർ ട്രാവലിംഗ് ത്രൂ ദ വിൽഡർനെസ്, ബട്ട് we can just summarize that it was only 600,000 family. 600,000 കുടുംബങ്ങൾ. ജനങ്ങളെന്നായിരിക്കത്തില്ല, കുടുംബങ്ങളായിരിക്കാം എന്നാണ് അതിൻ്റെ വിവക്ഷ. ഓക്കെ, ഈ ജനത്തെ നിങ്ങൾ നയിക്കുമ്പോൾ ഈ ജനത്തിൻ്റെ പ്രൊവിഷൻ, ഈ ജനത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ഈ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനൊക്കെ നിൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം ദൈവം തരുന്നത്. അതിന് നീ അറിയണം ഞാൻ ആരാണെന്ന്. ആ വെളിപ്പാടാണ് ദൈവം കൊടുത്തത്. എവിടെ പോയാലും യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് നോ ദ ഗ്രൗണ്ട് യു ആർ സ്റ്റാൻഡിങ് ഇറ്റ്സ് എ ഹോളി ഗ്രൗണ്ട് ബിക്കോസ് ഗോഡ് ഹിംസെൽഫ് ഈസ് ദെയർ. ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമായതുകൊണ്ട് അത് വിശുദ്ധ സ്ഥലമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല, ഞാൻ കുറച്ചൊക്കെ ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു, ഇനി അത് ഓർപ്പിക്കുന്നില്ല. 2 സ്തോത്രം, നിൻ്റെ കാലിലെ ചെരുപ്പ് നീ മാറ്റണം. അവകാശങ്ങൾ ഒന്നും നിൻ്റേതെന്ന് പറഞ്ഞ് എൻ്റെ ജനം എന്നൊന്നും പറയരുത്. എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ് അവകാശമൊന്നും സ്ഥാപിക്കരുത്. ഇതെല്ലാം ദൈവത്തിന് കൈമാറിയിട്ട് സകലവും ദൈവത്തിൻ്റെ വക. ഹല്ലേലൂയ. വി റിസീവ്, നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു, ദൈവത്താൽ അത് ഉപയോഗിക്കപ്പെടുന്നു, ദൈവത്തിലേക്ക് മടങ്ങിച്ചെല്ലും എന്നുള്ളൊരു സൈക്ലിക്കായിട്ടുള്ള ഒരു വെളിപ്പാടാണ്. 3-ാമതായിട്ട് നാം ഇന്നലെ ചിന്തിച്ചത് ദൈവം ആരാണെന്നുള്ള വെളിപ്പാടിൽ ഞാൻ ഐ ആം ദ ഗോഡ് ഓഫ് ഏബ്രഹാം. ഞാൻ തേജോമനായ ദൈവമാണ്. അന്ധകാരം നിറഞ്ഞ ലോകയാത്രയിൽ ബന്ധുവായി കൂടെ ഇരിക്കുന്ന തേജസ്സിൻ്റെ ദൈവത്തെ കണ്ടുകൊണ്ട് വേണം യാത്ര തുടരുവാൻ. പിന്നീട് നാം ധ്യാനിച്ചത് ഇസഹാക്കിൻ്റെ ദൈവമാണ്. ഗോഡ് ഓഫ് പ്രോമിസസ് ആൻഡ് പ്രൊവിഷൻ. എല്ലാം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ വർഷത്തെ എത്ര വർഷമാണെന്നറിയത്തില്ല നിങ്ങൾക്ക്, പക്ഷേ 600,000 കുടുംബങ്ങളുടെ ജീവസന്ധാരണം എന്താണെന്ന് ഓർത്ത് നീ ഭാരപ്പെടരുത്. അതെല്ലാം തരാൻ ദൈവം ആരാണ്? വിശ്വസ്തനാണ്. ഇന്ന് നമ്മൾ ഒരു ഭാഗം കൂടെ ചിന്തിക്കുന്ന അവിടെ ദൈവം എന്നെ മോശയോട് പറയുന്നത് ഞാൻ യാക്കോബിൻ്റെ ദൈവമാണ്. പ്രൈസ്, ഐ ആം ദ ഗോഡ് ഓഫ് ജേക്കബ്. എന്താണ് യാക്കോബിൻ്റെ ദൈവം എന്നതിനെക്കുറിച്ചുള്ള ചില ആത്മീയ ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ. ഐ ട്രൈ ടു ബ്ലെൻഡ് വിത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം സോ ദ ചിൽഡ്രൻ വിൽ ബി ഏബിൾ ടു കോംപ്രിഹെൻഡ് എക്സാക്ട് മെസ്സേജ് വാട്ട് സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാണ്ട് ടു സ്പീക്ക് ടു ദിസ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ നാം മനസ്സിലാക്കേണ്ടത് ഞാൻ യാക്കോബിൻ്റെ ദൈവം കൂടെയാണ്. യാക്കോബിനെക്കുറിച്ച് അറിയാത്തവരാരുമില്ല. ഞാൻ സാധാരണ വളരെ റെയറാണ് പുതിയ നിയമത്തിൽ നിന്നുള്ള പഴയ നിയമത്തിലുള്ള പ്രസംഗങ്ങൾ. കാരണം പഴയ നിയമം പുതിയ നിയമം എന്നൊന്നുമില്ല. നമുക്ക് ഈ പഴയ നിയമം എന്ന് കേൾക്കുമ്പോൾ അതങ്ങ് ഓൾഡ് ആയോന്നൊരു ഓൾഡ് ടെസ്റ്റ്മെൻറ്റും പിന്നെ എന്ത് ടെസ്റ്റ്മെൻറ്റാണ്?
ന്യൂ ടെസ്റ്റ്മെൻറ്റ്. ഇത് രണ്ട് പ്രമാണങ്ങളാണ് ദൈവമക്കളെ. ഇത് പഴയത് പുതിയതൊന്നുമല്ല. അല്ലല്ലോ OT എന്നും ND എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ വേണ്ടിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ സത്യത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഈ രണ്ട് പ്രമാണങ്ങൾ. ഒന്ന് ദൈവത്തിൻ്റെ നീതിയുടെ വശമാണ്. ദൈവത്തിൻ്റെ നീതി, ദ ലോ ഓഫ് ഗോഡ്സ് ലവ്. നീതിമാനായ ദൈവം ഒരു വിഷയത്തിൻ്റെ മുമ്പാകെ എങ്ങനെ പ്രവർത്തിക്കും, നീതിയുള്ള ഒരു വ്യക്തി ഒരു കാര്യം കണ്ടാൽ, തെറ്റ് കണ്ടാൽ എങ്ങനെ അതിനോട് പ്രതികരിക്കും, അതിൻ്റെ വിവരണമാണ് പഴയ നിയമം എന്ന് നമ്മൾ വിളിക്കുന്ന ഗോഡ്സ് ഹല്ലേലൂയ ലോ ഓഫ് റൈച്ചസ്നസ്, ലോ ഓഫ് ഹല്ലേലൂയ. ആ നീതിയുടെ പ്രമാണമാണ് പഴയ നിയമം. പാപം കണ്ടാൽ അതിനെ ശിക്ഷിക്കുന്ന, പാപത്തിന് ഉടനടി മറുപടി കൊടുക്കുന്ന, ദൈവത്തിൻ്റെ അടുക്കൽ വരണമെങ്കിൽ ക്രൈറ്റീരിയാസൊക്കെ വെച്ചിരിക്കുന്ന ഒരു പ്രമാണം. എന്നാൽ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ളത് ദ ലോ ഓഫ് ഗോഡ്സ് ലവ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. അല്ലല്ലേ, ഒരു ദൈവത്തിൽ തന്നെ അതിലുള്ള രണ്ട് സ്വഭാവങ്ങളാണ്. പാപത്തോട് ടോളറേറ്റ് ചെയ്യാത്ത, അല്ലേ അകൃത്യം കണ്ടാൽ അംഗീകരിക്കാത്ത ഒരു ദൈവവും, അപ്പോൾ തന്നെ അതിന് പരിഹാരമുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് തിരുവചനം ഹല്ലേലൂയ അത് പ്രമാണമായി മാറുന്നത്. സ്തോത്രം. അതുകൊണ്ട് പഴയ നിയമത്തിൽ മാത്രം എനിക്ക് PhDയും പുതിയ നിയമത്തിൽ PhD ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഒന്നും വേണ്ട. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇത് ദൈവത്തിൻ്റെ നിത്യ നിയമമായി മാറുന്നത്. അതുകൊണ്ടൊരു ഒരു പദമാണ് യോഹന്നാൻ 1:14 യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാടിൽ പറയുന്നത്, യേശു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ, ശ്രദ്ധിക്കണം ഈ പദം, അല്ല, യേശു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത്. ഞാൻ പറയാൻ കാരണം, നാളെ എനിക്ക് സഭായത്തിന് പ്രസംഗിക്കേണ്ട പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാനിപ്പോഴും ഒരു സീരീസ് ഓഫ് മെസ്സേജാണ് പ്രസംഗിക്കുന്നത്. 10-12 മെസ്സേജ് 12 ആഴ്ചയിലേക്ക്, ചിലപ്പോൾ ഒരു വർഷത്തേക്ക് പ്രസംഗിക്കും. അപ്പം കൃപയുള്ളവന് സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവന് കൃപ കാണിക്കാനും, കോടതി ചെന്നിട്ട് ജഡ്ജിയോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവരെന്താ ചെയ്യുന്നത്? സത്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. കരുണ കാണിക്കാൻ തുടങ്ങിയാൽ സത്യം എന്ത് ചെയ്യണം? കണ്ണടച്ച് കളയും വേണം. ഒരാളൊരു തെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം, പോട്ടെ മറന്ന് കളഞ്ഞേര്, കാരണം എന്ന് പറഞ്ഞാൽ, എന്നാൽ അത് കൃപ കാണിക്കാൻ പറ്റും. പക്ഷേ കൃപയും സത്യവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അല്ല, ദൈവം പാപത്തോട് കോംപ്രമൈസ് ചെയ്യത്തുമില്ല. അപ്പോൾ തന്നെ പാപിയെ വീണ്ടെടുക്കുന്ന പരിഹാരത്തിൻ്റെ കരുണയുടെ മാർഗം ദൈവത്തിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 2 പദം ഒരുമിച്ച് വരുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹനിമിത്തം. അധർമ്മികളും പാപികളും ദോഷികളും ദൂരസ്ഥന്മാരായിരുന്ന നമ്മെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ആ സത്യം അപ്പോൾ നിലനിൽക്കുമ്പോൾ തന്നെ സത്യമെന്ന ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുവാൻ പുത്രനെ ദൈവക്രോധത്തിൻ്റെ അഗ്നിയിൽ വെന്തിരിക്കുകയും അതേസമയം ദൈവസ്നേഹത്താൽ മാനവജാതിയെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ രക്ഷണ്യ പദ്ധതി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇന്ന് നാം പഠിച്ചു വരുന്ന യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഗോഡ് ഓഫ് ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹത്തിൻ്റെ ദൈവം. ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ബി ബ്ലെസ്ഡ് ദിസ് മോർണിംഗ്? വളരെ എക്സൈറ്റഡ്. സെൻ യു നീഡ് ടു ടെൽ മീ എക്സാക്ട്ലി വാട്ട് ഡസ് യു മീൻ ബൈ ബ്ലെസ്സിങ്. ഇന്ന് രാവിലെ എല്ലാവർക്കും അനുഗ്രഹം വേണം. അനുഗ്രഹം വേണ്ടത് ആര് തുടങ്ങും? ഇരിപ്പില്ല, അല്ലേ? അനുഗ്രഹം എല്ലാവർക്കും വേണം. പക്ഷേ എന്താണ് അനുഗ്രഹം എന്നുള്ളതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് എത്തിയിട്ടേ നമ്മൾ പോകാൻ പറ്റൂ. മെനി എ ടൈംസ് വി ആർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓർ മിസ്ഇൻറ്റർപ്രറ്റിംഗ് ദ സ്പിരിച്വൽ മീനിങ് ഓഫ് ദ ബ്ലെസ്സിങ്. അനുഗ്രഹം എന്ന പദത്തിൻ്റെ ആത്മീയ അർത്ഥത്തെ നാം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്, തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ എന്താണ് അനുഗ്രഹം എന്നറിയണം. സമ്പത്താണോ അനുഗ്രഹം? സമ്പത്ത് അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. കുടുംബം അനുഗ്രഹമാണോ? ദ ഫാമിലി ഈസ് എ ബ്ലെസ്സിങ്. അതായത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലി പിക്ചർ. ഹാവ് യു എവർ സീൻ എ ഫാമിലി? ഡു യു ഹാവ് എ ഫാമിലി പിക്ചർ ഇൻ യുവർ ഹൗസ്? ഓൾഡൻ ഡേയ്സ് ദർ ഇസ് ബ്യൂട്ടിഫുൾ ഫാമിലി പിക്ചേഴ്സ് ഇൻ അവർ ഫാമിലി. ഇപ്പോൾ എല്ലാം ഈ സെൽഫോണിൻ്റെ കാലമായി കഴിഞ്ഞപ്പോൾ ഇപ്പം സ്റ്റുഡിയോയിലൊന്നും ഇപ്പോൾ ആരും സ്റ്റുഡിയോ ഇപ്പോൾ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ പണ്ടൊക്കെ എടുക്കാറുണ്ടായിരുന്നു. 12 സ്റ്റുഡിയോയിലാണെങ്കിൽ മോഹൻ ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഒരു ടൈ ഉണ്ട്. ആ ടൈ എല്ലാവരും കെട്ടിക്കൊണ്ടിരുന്നു, അല്ലേ? നിങ്ങൾ നോക്കിയ ഒരു 10-30 വർഷം മുമ്പുള്ള ഫോട്ടോ എടുത്താൽ എല്ലാവരുടെയും ടൈക്ക് ഒറ്റ കളറാണ്. കാരണം സ്റ്റുഡിയോയിൽ ചെല്ലും, ആ ടൈ എടുത്ത് കഴുത്തെ കെട്ടിത്തരും, പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ കാലം വന്നത്. ഇപ്പോൾ അതൊക്കെ ആ കാലമൊക്കെ മാറി പുതിയ ടെക്നോളജിയൊക്കെ വന്നു. ഈ സെൽഫോൺ വന്നതോടുകൂടി എന്തെല്ലാം സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ട് നമ്മൾ പോലും അപ്രത്യക്ഷമായല്ലോ, പിന്നല്ലയോ? അല്ല, ക്ലോക്ക് പോയി, വാച്ച് പോയി, അല്ല എന്തെല്ലാം സാധനങ്ങൾ പോയി, കാൽക്കുലേറ്റർ ഒന്നും കാണാൻ പോലും
ഇല്ല, ഇങ്ങനെ ഒത്തിരിയേറെ സാധനങ്ങളൊക്കെ. എനിവേ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പം അനുഗ്രഹത്തെക്കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ മണ്ണിൽ നിന്ന് കിട്ടുന്ന ഏതോ കുറേ സാധനങ്ങളുടെ പേരും അല്ലെങ്കിൽ മുദ്ര വെച്ച ഒരു പേപ്പറും അതിനകത്തുള്ള അക്കങ്ങളുമൊക്കെയാണ് അനുഗ്രഹമെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുമ്പോൾ അതൊക്കെ ഒരു പെർസെൻറ്റേജ് ഉള്ള ഒരു ഭൗതിക അനുഗ്രഹമാണ്. സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതിനൊരു പാഠമാണ് നമ്മൾ ഇന്ന് രാവിലെ പഠിക്കാൻ പോകുന്ന യാക്കോബിൻ്റെ ദൈവം. വാട്ട് ഡസ് ഇറ്റ് എക്സാക്ട്ലി മീൻസ് വെൻ എ പേഴ്സൺ സേസ് ലോർഡ് ബ്ലെസ് മീ? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അനുഗ്രഹം എന്നതിനെക്കുറിച്ച് ഇന്ന് രാവിലെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. യാക്കോബിൻ്റെ പ്രസിദ്ധമായ പ്രാർത്ഥനയാണ്. യാബോക്ക് കടവിലിരുന്നു കൊണ്ട് അർദ്ധരാത്രിയിൽ ദൂതനുമായി, അല്ലെങ്കിൽ ദൈവപുത്രൻ തന്നെ നേരിട്ട് ദ പ്രീ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഹല്ലേലൂയ സോളംലി റിവീലിംഗ് ഓവർ ദർ, യേശുവിൻ്റെ പൂർവാസിസ്തമായ ദൈവത്തിൻ്റെ ദൂതൻ എന്നൊരു ഭാഷയിൽ അവിടെ ഇറങ്ങി വന്ന് യാക്കോബുമായി മല്ല് പിടിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് യാക്കോബ് പ്രാർത്ഥിക്കുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ അനുഗ്രഹം എന്താണെന്നുള്ളതിൻ്റെ ഒരർത്ഥമാണ്. ആ ദൈവം ആരാണെന്ന് അറിയണം. മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കേണ്ട മെയിൻ പ്രാർത്ഥനയാണ് ബ്ലസ് അസ് ലോഡ്, ബ്ലസ് മീ ലോഡ്. ഞാൻ പറഞ്ഞു വന്ന കുടുംബ പിക്ചറിനകത്തുണ്ട് യഹോവേ 128 സങ്കീർത്തനം. നിങ്ങൾ ഈ കല്യാണ ശുശ്രൂഷയ്ക്കൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനം, പ്രധാനപ്പെട്ട 3 സങ്കീർത്തനങ്ങൾ ഏതൊക്കെയാണ് കല്യാണത്തിന് വായിക്കുന്നത് പറഞ്ഞാട്ട് നമ്മൾ വാചന പഠിച്ചു. എനിക്ക് ഇന്ന് പോകേണ്ടത് അത്യാവശ്യമായിട്ടും എനിക്ക് എയർപോർട്ടിൽ 3 മണിക്ക് എത്തണം. അതുകൊണ്ട് ഞാൻ സമയത്ത് നിർത്തുമെന്ന് ഉറപ്പാണ്. അപ്പം ഈ കല്യാണത്തിന് വായിക്കുന്ന അത്യാവശ്യം 3 സങ്കീർത്തനം പറഞ്ഞാട്ട് 45 സങ്കീർത്തനം, പിന്നെ 128 അത് ആശ്വാസ സമയത്തല്ലേ. ഈ ആകാശം ഭൂമി ഇവ നിർമ്മിച്ച ദേവദേവൻ സിയോനിൽ നിന്ന് ഇവരെ വാഴ്ത്തട്ടെന്നൊക്കെ പറഞ്ഞ് 128 സങ്കീർത്തനം വായിച്ചാണ് അവരെ അനുഗ്രഹിക്കുന്നത്. ഈ 45 സങ്കീർത്തനം എഴുതിയ പുള്ളിയുടെ പേരെന്താണെന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ പഴയ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെറിയ ബൈബിൾ വന്നുകൊണ്ടൊന്നും അറിയത്തില്ല. പഴയ ബൈബിൾ എടുത്ത് നോക്കണം, അതിൻ്റെ തലക്കെട്ട് എഴുതിയിട്ടുണ്ട്. ആരാ എഴുതിയിരിക്കുന്നത്? 45 സങ്കീർത്തനം എഴുതിയ തലക്കെട്ടൊന്ന് വായിച്ചോട്ടെ. എഴുതിയോ? വായിച്ചിട്ടുണ്ടോ അവിടെ? നോക്കിയോ? കറക്റ്റായിട്ട് നോക്കിയോ? ഒന്നുകൂടെ നോക്കി. വെഡ്ഡിങ് സോങ്. ആരാ എഴുതിയേക്കുന്നത്? മുകളിൽ എഴുതി വായിക്കും. 45 സങ്കീർത്തനം കോരക പുത്രന്മാർ. ഇനി 128 സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ആരാ? ശലോമോൻ്റെയാണ് ഈ 127, 128 സങ്കീർത്തനമൊക്കെ. ഈ പുള്ളിക്ക് എന്ത് ഈ കല്യാണ സങ്കീർത്തനം എഴുതാൻ എന്ത് യോഗ്യത ഉള്ളത്? പ്രൈസ് ഗോഡ്. ഈ പുള്ളിയുടെ സങ്കീർത്തനമൊക്കെ വായിച്ചാണ് നമ്മൾ തെറ്റിദ്ധരിക്കല്ലേ. എന്നെ ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കരുത്. കുടുംബം സ്വന്തമായിട്ട് കൊണ്ടു നടക്കാൻ പ്രാപ്തിയില്ലാത്ത, കുടുംബജീവിതം തകർന്ന ഒരുത്തൻ്റെ സങ്കീർത്തനം, അതൊക്കെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. പക്ഷേ പുള്ളി പറഞ്ഞ കാര്യം ശരിയാ. യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനയിൽ നടക്കുന്ന ഭർത്താവ് മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ആരായിരിക്കും? മുന്തിരിവള്ളി. മക്കൾ മേശയ്ക്ക് ചുറ്റും കയ്യെത്താവുന്ന ദൂരത്ത് ഒരു ഫെലോഷിപ്പൊക്കെ ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും. ഇനി 45 സങ്കീർത്തനം. കേരളത്തിൽ ഏതെങ്കിലും പെന്തക്കോസ്തിലെ പാസ്റ്റർക്ക് ആ സങ്കീർത്തനം വായിച്ചിട്ട് കല്യാണം നടത്താൻ പറ്റുമോ? പിന്നെ ഏത് ധൈര്യത്തിന് കയറിയതുകൊണ്ട് ഇവിടെ നിന്ന് വായിക്കുന്നത്? അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണതയാകുന്നു, അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം കൊണ്ട് അണിയിച്ചിരിക്കുന്നു, തോഴിമാർ അവിടെ കൂട്ടത്തിൽ വരും. ഇതിനൊക്കെ എതിരെ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരാണ് ഇത് വായിച്ചിട്ട്. എൻ്റെ കൂട്ടത്തിലുണ്ട്, പിണങ്ങല്ല എന്നോട്. അപ്പോൾ ഈ 45 സങ്കീർത്തനമൊക്കെ ചുമ്മാതൊരു ചടങ്ങിനങ്ങ് വായിക്കുകയാണ്. 30 സങ്കീർത്തനം ഭവനപ്രതിഷ്ഠ ഗീതമെന്ന്. അതിനകത്ത് വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല. ഞാൻ പറയും ഇങ്ങനെയൊക്കെയുള്ള നമുക്ക്, ഞാൻ പറയില്ല നമ്മളിതൊക്കെ ഒരു ചടങ്ങാണ്, കണ്ണു അടച്ച്. ഇതൊന്നും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. എന്നോട് ആരും പിണങ്ങല്ല കേട്ടോ, എൻ്റെ കൂടെ ആരും പിണങ്ങിയൊന്നും വരില്ല. ഞാൻ പറഞ്ഞത് ഈ യാക്കോബിനോട്, നമുക്ക് കുടുംബത്തിൽ യാക്കോബിനോട് ചോദിക്കാം, കുഞ്ഞെ അനുഗ്രഹം എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? സ്തോത്രം. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന യാക്കോബ്. മോശയോട് ദൈവം സംസാരിക്കുകയാണ്, ഐ എം ദ ഗോഡ് ഓഫ് ജേക്കബ്, ഞാൻ യാക്കോബിൻ്റെ ദൈവമാണ്, നീ അറിയണം. അപ്പൻ്റെ വീട്ടിൽ നിന്ന് അലളിയ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ സമ്മതപത്രം അലളിയ വിശപ്പിന് മറുമരുന്നായി ഒപ്പിട്ട് വാങ്ങിയിട്ട് ജ്യേഷ്ഠാവകാശം, ബർത്ത് റൈറ്റൊക്കെ വാങ്ങിച്ചോളൂ. ബർത്ത് റൈറ്റിനെ കുറിച്ച് 5 അനുഗ്രഹങ്ങളാണ് ജ്യേഷ്ഠാവകാശത്തിനുള്ളത്. കുടുംബത്തിൻ്റെ അവകാശം 5 ഇരട്ടി ലഭിക്കേണ്ടവനാണ് അലളിയ മൂത്ത സഹോദരന്. കുടുംബത്തിൽ അലളിയ രാജത്വമുണ്ടെങ്കിൽ രാജത്വം അവന്, പൗരോഹിത്യം അവന്, ഇത്യാദിയുള്ള സകല അനുഗ്രഹങ്ങൾക്ക് ഉടമസ്ഥനായ യേശാവ് അല്പം സെക്കൻഡ് കൊണ്ടാണ് മൂത്തതെങ്കിലും താൻ ജ്യേഷ്ഠാവകാശത്തെ ഒരു ഊണിന് വേണ്ടി അലക്ഷ്യമാക്കി കളഞ്ഞു.
അങ്ങനെ വിശപ്പ് മുതലാക്കിയിട്ട് ജ്യേഷ്ഠൻ്റെ വിശപ്പ് മുതലാക്കി വിയർപ്പ് മുതലാക്കി ജ്യേഷ്ഠാവകാശം സമ്മതപത്രം എഴുതി വാങ്ങിയ യാക്കോബ് ഇനി അനുഗ്രഹം, ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം അപ്പനിൽ നിന്ന് ആട്ടുരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് കാട്ടിറച്ചി വേട്ടിറച്ചിയാണെന്ന് പറയുവാൻ ആട്ടിറച്ചിയെ വേട്ടിറച്ചിയാക്കി രുചിഭേദമൊക്കെ വരുത്തിയിട്ട് അങ്ങനെ വന്ന യാക്കോബ് അവസാനം വീട് വിട്ട് ഓടിപ്പോകുന്ന ഒരു ചരിത്രം വളരെ സുപരിതമാണ്. അത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ സംഭവമാണ്. ആ ഭാഗത്തേക്കാണ് നമ്മൾ ഓടി വരാൻ പോകുന്നത്. അങ്ങനെ 28-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എത്തുമ്പോൾ ഇപ്പോൾ ഏകദേശം 40 വയസ്സുള്ള യാക്കോബ് വീട് വിട്ട് അപ്പനെ വിട്ട് അമ്മയെ വിട്ട് സഹോദരൻ്റെ ഭീഷണിക്ക് മുമ്പിൽ ഭയപ്പെട്ട് ഓടുന്ന ഒരു രാത്രിയിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വായിക്കുന്നത് സൂര്യൻ, ഉൽപ്പത്തി 28:10, സൂര്യൻ അവൻ്റെ തലയ്ക്ക് മുകളിൽ അസ്തമിച്ചു. അവിടെ അസ്തമിച്ച ഒരു സംഭവം കൂടെ പറഞ്ഞു വേണം നമ്മൾ ഈ ഭാഗത്തേക്ക് വരാൻ വേണ്ടി. പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞാട്ടെ, കാണുന്നവർക്ക് വായിക്കാം. തലയണയെടുത്ത് കല്ലായിട്ട് വെച്ചു, അതോ തിരിച്ചല്ലേ? കല്ലെടുത്ത് തലയണയായിട്ട് വെച്ചു. അവിടെ വന്നപ്പോഴാണ് പുള്ളി ഒരു കാഴ്ച കണ്ടത്. മുമ്പിൽ എന്താ കിടപ്പുണ്ട്? എല്ലാവരുടെ കൂടെ ശ്രദ്ധിക്കണം, ഈ കൂടെ വന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഹി ഫൗണ്ട് എ സ്റ്റോൺ ദയർ. ഇറ്റ്സ് എ ബിഗ് സ്റ്റോൺ. ഓക്കെ, ഇറ്റ്സ് എ റഫ് സ്റ്റോൺ. Have you ever seen a stone? It's not a smooth stone, it's a rough stone. Okay, but when you see a stone, what you will do? I'm not talking about the spiritual meaning. ഒരു കല്ലൊക്കെ ആണെങ്കിൽ നമ്മുടെ പറയാണ്, നമ്മളെല്ലാം കൂടെ ഉപവാസം ഇരുന്ന് കർത്താവ് ഈ കല്ലൊന്ന് ഉരുട്ടി. നമ്മളൊരു തടസ്സം കണ്ടാൽ ഉടനെ നമ്മുടെ പ്രശ്നം എന്താണ്? പിന്നെ അങ്ങ് ആകെ പ്രതിസന്ധിയാണ്. ഒരു കാലുവേദന വന്നാൽ, കൈവേദന മതി, പിള്ളേരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഒരു കാലതാമസം വന്നാൽ മതി, പ്രാർത്ഥിച്ചിട്ടൊരു മറുപടി കിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ അങ്ങ് ടെൻഷനാണ്. പിന്നെ നമ്മൾ ഈ കല്ല് മാറാൻ വേണ്ടിയുള്ള ശാസന, ബന്ധന, അഴിഞ്ഞു പോകട്ടെ, വിട്ടുമാറട്ടെ, ഉരുണ്ടുമാറട്ടെ, നമ്മളെ കൊണ്ട് പറയാവുന്നത് ഉച്ചത്തിലെല്ലാം പറയും. പക്ഷേ വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ജേക്കബ് ടുവേഴ്സ് എ സ്റ്റോൺ ഓർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഇൻ ഹിസ് ലൈഫ്? നമ്മൾ പഠിക്കേണ്ട 2 പാഠങ്ങളാണ്. യാക്കോബിൻ്റെ ദൈവം എന്നറിയുമ്പോൾ വെൻ ഹി സോ എ സ്റ്റോൺ ബിഫോർ ഹിം, ഹല്ലേലൂയ, ഐ ക്യാൻ സേ ഇൻ ഹല്ലേലൂയ റൈമിംഗ് വേണ്ടി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇറ്റ് വാസ് എ ഹല്ലേലൂയ, ഇറ്റ് വാസ് എ പ്രോബ്ലം ബിഫോർ ഹിസ് ഐസ്, ബട്ട് ഹി ഡിസൈഡ് ദാറ്റ് നൈറ്റ് ടു ടേൺ ദാറ്റ് പ്രോബ്ലം ഇൻ ടു എ പില്ലോ. ഹല്ലേലൂയ. പ്രതിസന്ധിയെ അല്ലെങ്കിൽ പ്രശ്നത്തെ തലയണയാക്കാൻ യാക്കോബ് ഒരു തീരുമാനമെടുത്തു. നമ്മുടെ പ്രതിസന്ധിയെ നിങ്ങൾ തീരുമാനിക്കണം, ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ആശ്വാസമായി മാറുമെന്ന്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ന് രാവിലെ നാം ഡെവലപ്പ് ചെയ്തെടുക്കണം. നെവർ കോൾ ഇറ്റ് ആസ് എ പ്രോബ്ലം ആൻഡ് ഓൾവേസ് സ്ട്രഗിൾ വിത്ത് ദാറ്റ്, ബാറ്റിൽ വിത്ത് ദാറ്റ് ആൻഡ് കംപ്ലൈൻറ്റ് ആൻഡ് മർമർ അഗൈൻസ്റ്റ് ദാറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ ടേൺ യുവർ പ്രോബ്ലം ഇൻ ടു എ പില്ലോ. നിങ്ങളുടെ പ്രതിസന്ധിയെ നിങ്ങൾക്ക് ഹല്ലേലൂയ, കഷ്ടതയെ ഹല്ലേലൂയ, ഇതെനിക്ക് ആശ്വാസമായി മാറുമെന്ന് വിളിച്ചു പറയണം. അതല്ലയോ യോസഫ് തനിക്ക് പുത്രന്മാർ മനശ്ശെ ജനിക്കുമ്പോൾ, എബ്രഹാം ജനിക്കുമ്പോൾ എന്താ യോസഫ് പറയുന്നത്? സങ്കടദേശത്ത് ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. Hallelujah. The land of affliction, God has a perfect, beautiful, hallelujah, plan. It's going to, hallelujah, give more blessing beyond my understanding. ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ടാകും. കഷ്ടതയെ ആശ്വാസമാക്കാൻ ദൈവമക്കൾ പഠിക്കണം. ഹല്ലേലൂയ. വേദനയെ ആശ്വാസമാക്കാൻ പഠിക്കണമെന്ന്, നിന്നയെ, പ്രതികൂലത്തെ ഇത് ആശ്വാസമാണെന്ന് പറയാൻ തുടങ്ങണം. The moment you begin to address your pain as a blessing in your life, every atmosphere will change. പ്രതിസന്ധിയെ നോക്കിയിട്ട് ഭയപ്പെട്ട് നിൽക്കാതെ അതിനോടുള്ള മനോഭാവം ഇന്ന് രാവിലെ അങ്ങ് മാറ്റണം. ഹല്ലേലൂയ. ഈ ഭർത്താവ് എൻ്റെ അച്ഛൻ ഇങ്ങനെയാണല്ലോ, നോ, ഇതാണ് ദൈവം എനിക്ക് തന്ന നന്മയെന്നൊന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അന്ന് അന്തരീക്ഷം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് അയ്യോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടല്ലേ എന്ത് കഷ്ടമാണോ, അങ്ങനെയല്ല പറയേണ്ടത്. ഇത് ദൈവം എനിക്ക് തന്ന നന്മയാണെന്ന് പറഞ്ഞു തുടങ്ങണം. എൻ്റെ മുമ്പിൽ കാണുന്ന ഈ കല്ലുകളെ ഞാൻ ഇന്ന് പകൽക്കാലം തലയണയാക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പറ്റും? നീണ്ട മരുഭൂമി യാത്രയിൽ വിശ്വാസത്തോടെ യാത്ര ചെയ്യുവാൻ ഒരുങ്ങിയിറങ്ങുന്ന മോശയെ നീ തീരുമാനിക്കണം, തടസ്സങ്ങൾ ദൈവത്തിൻ്റെ വഴികളാണെന്നറിയണം. തടസ്സങ്ങൾ ദൈവത്തിൻ്റെ പുതുവഴികളാണെന്നറിയണം. മാറ കാണുമ്പോൾ മാറത്തടിച്ച് നിലവിളിക്കുകയല്ല, മാറയുടെ വെള്ളം കൊണ്ടും വളരുന്ന വൃക്ഷങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയാൽ മാറ മധുരമായി മാറും. യെസ്, ഹല്ലേലൂയ. എൻ്റെ തളർച്ച, ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, ഞാൻ പറയുന്ന വേദന ചിലരുടെയൊക്കെ ആശ്വാസത്തിൻ്റെ വഴിയായി മാറുമെന്ന് വിശ്വസിക്കണം. മാറായുടെ തീരത്ത് വേറെ മരം കൊണ്ടുകല്ല, അതിൻ്റെ തീരത്ത് ഒരു വൃക്ഷത്തിന് വളരാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ നാം തിരിച്ചറിയണം, ഈ പ്രതിസന്ധിയിലും എനിക്ക് തഴച്ചു വളരാൻ പറ്റും, ഈ പ്രതികൂലത്തിലും എനിക്ക് ഉയരാൻ പറ്റുമെന്ന് ഇന്ന് രാവിലെ നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത് മേക്ക് എ ഡിസിഷൻ ദാറ്റ് ഐ വിൽ ടേൺ മൈ പ്രോബ്ലം ഇൻ ടു എ പില്ലോ. എൻ്റെ പ്രതിസന്ധിയെ ഞാൻ ആശ്വാസത്തിൻ്റെ തലയണയാക്കി മാറ്റും. അതിന് രാത്രി പുള്ളി ആ തല വെച്ച് കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പ്രശ്നമുള്ള സമയത്ത് ഉറങ്ങാൻ പറ്റുന്നത്? പരിപരുത്ത കല്ലിലൊക്കെ തല വെച്ച് ഉറങ്ങണമെങ്കിൽ
അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. പ്രൈസ് കടലിയ എത്രയോ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളല്ലേ നമുക്ക് ഇല്ലേ? എത്രയോ പേര് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട രാത്രികളൊക്കെ ഉണ്ട്. സ്തോത്രമല്ലിയ. പഴയ കാലത്തൊക്കെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല, പ്രതിസന്ധി നിമിത്തം. എത്രയോ രാത്രികളുണ്ട്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ കല്ലിൽ തല വെച്ച് കിടന്ന് എന്ത് ചെയ്യുക? ഉറങ്ങി. തലയിണയിൽ തല വെച്ച് കയറുന്ന ഉറങ്ങിയിട്ട് വയർ നിറച്ച് കഴിച്ചിട്ടും നമുക്ക് ഉറക്കം വരാത്ത എത്രയോ രാത്രി ഉണ്ടല്ലോ. അല്ലേ? ഒരു ചിന്താഭാരം ഇല്ലാഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യില്ല, ഉറക്കം വരാത്ത എത്രയോ രാത്രി ഉള്ളപ്പോഴാണ് ഒരു മനുഷ്യൻ എവിടെ കിടന്ന് ഉറങ്ങുന്നു. എങ്കിലും അത് അറിയണം. ഇവിടെ രാവിലെ ദേവദാസൻ ഇവിടെ കയറി വന്നപ്പോൾ അത് പറഞ്ഞായിരുന്നു, യഹോവ ഉള്ളിടത്തേ നമുക്ക് ഉറങ്ങാൻ പറ്റും. ദൈവസാന്നിധ്യം ഉള്ളിടത്ത്. അതുകൊണ്ടായിരിക്കും സഭായത്തിലിരുന്ന ആൾക്കാർ ഉറങ്ങുന്നത് അല്ലേ? ദൈവസാന്നിധ്യം ഉള്ളിടത്ത് മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. നല്ല കൂർക്കം വലിച്ച് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും ദൈവസാന്നിധ്യം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി ഈ മീറ്റിങ്ങിനൊക്കെ വന്നിരുന്നു ഉറങ്ങുന്നതിന്. ഒന്നും ജോലിയുടെ ഭാരം, വീട്ടിൽ ചെന്ന സ്വസ്ഥതയില്ല, കുടുംബത്തിൽ സമാധാനമില്ല. കാരണം അവിടെ കഞ്ഞിയും കറിയൊക്കെ ഇവിടെ ആകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് അവരെയൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ. കാരണം സമാധാനത്തോടെ ഹല്ലേലൂയ. കാരണം എൻ്റെ പ്രിയൻ ഉറക്കം കൊടുക്കുന്ന ദൈവമാണ്. ഓരോരുത്തർക്കും ഓരോ ബ്ലെസ്സിങ് അല്ലേ ദൈവമക്കളെ. ചിലർക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ചിലർക്ക് ഹീലിംഗ് ആയിരിക്കും, ചിലർക്ക് മിറക്കിളായിരിക്കും, ചിലർക്ക് സ്ലീപ്പിംഗ് ആയിരിക്കും. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ദൈവസന്നിധി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിനും സ്തോത്രം പറഞ്ഞോണം. ഇപ്പം മടങ്ങി വരട്ടെ. അപ്പം ഇവനിത് ഉറങ്ങാൻ കാരണം അതിൻ്റെ 16 വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ഇവൻ രാത്രി ഉറങ്ങിയത്തൊരു സ്വപ്നം കണ്ട് സ്വർഗ്ഗത്തോളം എത്തുന്നൊരു കോവിഡ് ദൈവവചനത്ത് സൂചിപ്പിച്ചു. ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. രാത്രി ചാടി എഴുന്നേറ്റിട്ട് യാക്കോബ് ഒരു കാര്യം പറഞ്ഞു, യഹോവ ഇവിടെയുണ്ട് സത്യം, ഞാനോ അത് ഹല്ലേലൂയ. ഉൽപ്പത്തി 28:16 യഹോവ ഇവിടെ ഉണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല. ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. അപ്പം എന്തുകൊണ്ടാണ് പരിപരുത്ത കല്ലിൽ യാക്കോബിന് ഉറങ്ങാൻ പറ്റിയത്? ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് വാസ് ദേർ. അത്രേ ഓർത്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും നിങ്ങൾ കലങ്ങിപ്പോകാതെ തകർന്നു പോകാതെ മനസ്സാന്നിധ്യമുള്ളവരായി ജീവിക്കാൻ പറ്റിയെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, യഹോവ ഇവിടെ ഉണ്ട് സത്യം. ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ വീട്ടിൽ യേശുവുണ്ട്, എൻ്റെ ഉറക്കം സുഖമായിരിക്കും. എൻ്റെ വീട്ടിൽ യേശുവുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം സുഖമായിരിക്കും. പിശാചിൻ്റെ തേർവാഴ്ചകളും വെല്ലുവിളികളും ബഥേലിലെ ലൂസിലെ ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് യാക്കോബിൻ്റെ ഉറക്കത്തെ കെടുത്താൻ ശ്രമിച്ചാലും, ഏശാവിൻ്റെ കൂർത്തുമൂർത്ത കത്തികൾ യാക്കോബിൻ്റെ ജീവന് വില പറഞ്ഞാലും, അപ്പനും അമ്മയും ഞങ്ങളുടെ പരിധി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാലും, അപ്പനേക്കാൾ അമ്മയേക്കാൾ സഹോദരനേക്കാൾ അടുത്തിറങ്ങി വരുന്നൊരു സ്വർഗമുണ്ടെന്ന്, സ്വർഗം താണിറങ്ങി വരുന്നൊരു കാഴ്ച, ഒരു കോവേണിയുടെ ദൂരത്തിലേക്ക് സ്വർഗം അടുത്തു വരുന്ന കാഴ്ച, എനിക്ക് കയറാവുന്ന കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്ന കാഴ്ച തിരിച്ചറിയുന്ന ഭക്തന്മാർ ഇന്ന് രാവിലെ വിളിച്ചു പറയും, യഹോവ ഇവിടെയുണ്ട് സത്യം. ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ. When I came to this place, it's a land of darkness. When I touched this ground, it was land full of problem. Stones were everywhere. But that night I decided to turn my problem into a pillow and my mind was refreshed. God gave me a new vision. I could see the heaven coming down. Now I can declare this morning, this is the house of the Lord. This is the door of heaven. എത്ര പേര് ഇന്ന് രാവിലെ വിളിച്ചു പറയും, ഞാൻ പ്രതിസന്ധി എന്ന് പറഞ്ഞ സ്ഥലം ദൈവത്തിൻ്റെ ആലയമായി മാറും, യഹോവയുടെ വാതിലായി മാറും, സ്വർഗത്തിൻ്റെ വാതിലായി മാറും. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ വീട് ദൈവത്തിൻ്റെ ആലയമായി മാറുമെന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. കല്ലുകൾ ഒന്നിനു പുറകെ കൂമ്പാരമായി കാല് തട്ടി നടക്കുവാൻ കഴിയാതെ തപ്പിത്തടഞ്ഞ അതേ ഭവനത്തിനകത്ത് യഹോവയുടെ വഴി എനിക്കായി തുറക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർക്ക് ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഉഠാമാന ഹഥാരാധന വൈഷമാന ഹഥാരാധന ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ ആലയം, ഇത് ദൈവത്തിൻ്റെ ആലയം. ദിസ് ഈസ് ദ ഡോർ ഓഫ് ഹെവൻ. ഇത് യഹോവയുടെ വാതിൽ. ഹല്ലേലൂയ. അപ്പോൾ ദൈവസാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഒരു ഭക്തന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദ കംഫോർട്ട് ഓഫ് ദ കോസി പില്ലോ ദാറ്റ് യു ഹാവ്. നിങ്ങൾക്കുള്ള ഹല്ലേലൂയ നല്ല ഹല്ലേലൂയ കംഫോർട്ട് സോണിൻ്റെ ഗുണം കൊണ്ടല്ല, ബാങ്കിൽ ഡിപ്പോസിറ്റിൻ്റെ വലിപ്പം ഉള്ളത് കൊണ്ടൊന്നുമല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ഇതുപോലെ നാണം കെട്ട ഒരു സാധനം, ബാങ്കിൽ പൈസ ഉണ്ടെന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും നാണക്കേട്. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരല്ലയോ? ഞാനും മിനിമം അത്യാവശ്യം എനിക്ക് വേണ്ടി 1-2 പേര് അത് ചെയ്യുന്നുണ്ട്, മെസ്സേജൊക്കെ ഇടാൻ വേണ്ടി. ഈ ഫേസ്ബുക്കിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? എവിടെ കഴിച്ചു, ഞാനിപ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയാണ്, കഴിക്കാൻ പോവുകയാണ്, ബാത്റൂമിൽ പോവുകയാണ്, അല്ലെങ്കിൽ അവിടെ പോവുകയാണ്, ഇവിടെ പോവുകയാണ്. ആരെങ്കിലും ഇന്ന് വരെ എൻ്റെ ബാങ്കിൽ ഇത്ര രൂപയുണ്ടെന്നുണ്ട് ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ടോ? എന്താ ഇടാത്ത? നാണക്കട പുറത്ത് പറയാൻ. ബാക്കിയെല്ലാം പറയും, ഇത് മാത്രം പറയത്തില്ല. 4 പേരെ അറിയിക്കാൻ കൊള്ളാത്തൊരു സാധനം ഇത്
അതിൻ്റെ പുറകിലാണ് കടന്ന് ഈ ബഹളമെല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് അത്ര ആലോചിച്ചാൽ മതി അല്ലേ. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ഈ യാക്കോബിന് ഉറങ്ങാൻ പറ്റിയതിൻ്റെ കാരണം ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും അനേകരുടെ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ കൂരിരുട്ടിൽ ഏകാന്തതയുടെ തുരുത്തിൽ ഒരു ഭക്തൻ ഉറങ്ങിയത് യഹോവ ഇവിടെയുണ്ട് സത്യമെന്ന തിരിച്ചറിവാണ്. അപ്പോൾ ഒന്ന്, ഹി ടേൺ ഹിസ് പ്രോബ്ലം ഇൻ ടു എ, ആർ യു വിത്ത് മീ ചിൽഡ്രൻ? ക്യാൻ യു ഫോളോ മീ വാട്ട് ഐ ആം സെയിങ്? ഡസ് ഇറ്റ് മേക്ക് സെൻസ് വാട്ട് പാസ്റ്റർ അങ്കിൾ ഈസ് സെയിങ്? Okay, so he turned his problem into a pillow. So he himself decided that I will never ever call it's a problem. It's going to be a comfort. ഇതെനിക്കൊരു ആശ്വാസമായി മാറും. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ, വേഴ്സ് 18. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണത്. ദ ഫസ്റ്റ് ഇറ്റ് വാസ് എ പ്രോബ്ലം, ഹി ടേൺ ദാറ്റ് ഇൻ ടു എ പില്ലോ ആൻഡ് ഹി ഡിസൈഡ് നെക്സ്റ്റ് മോർണിംഗ്, ഹല്ലേലൂയ, he made it as a pillar in the house of the Lord. ഇന്നലത്തെ എൻ്റെ തടസ്സം ഞാനതിനെ തലേണയാക്കി മാറുമ്പോൾ നാളെ അത് ആലയത്തിൽ എണ്ണയൊഴുകുന്ന തൂണായി മാറും. ആ ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവമക്കൾ കടന്നു വരണം. എൻ്റെ പ്രതിസന്ധി വെച്ച് അഭിഷേകത്തോടെ ഞാൻ ആരാധിക്കും. ഇന്നത്തെ എൻ്റെ പ്രോബ്ലം നാളത്തെ എനിക്ക് ആരാധനയ്ക്ക് കാരണമായി തീരും. പ്രഭാതത്തിൽ തലയിണയായി വെച്ച കല്ലെടുത്ത് തൂണായി നിർത്തി കയ്യിലുണ്ടായിരുന്ന അല്പം എണ്ണ അതിന്മേലൊഴിച്ച് അത് എണ്ണയൊഴുകുന്ന കല്ലായി മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസഭ ഇത് വിശ്വസിക്കണം. എൻ്റെ പ്രതിസന്ധി നാളെ എനിക്ക് തുള്ളിച്ചാടി ആരാധിക്കാൻ ദൈവം ഒരു അവസരം തരും. ഈ ആലയത്തിൽ വെച്ച് തന്നെ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എ പർട്ടിക്കുലർ പ്ലേസ് ഓർ ഹല്ലേലൂയ 4 walls of the church. I am talking about your circumstances. The same place you will jump and hop and worship the Lord. ഒന്ന് വിളിച്ചു പറയും, ഇന്നലത്തെ കല്ലുകളൊക്കെ ഇന്ന് എനിക്ക് ആരാധനയ്ക്ക് കാരണമായി. My yesterday, God is going to change all my yesterdays. ഇന്നലകളെ ദൈവം മാറ്റിമറിക്കുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. എൻ്റെ യെസ്റ്റർഡേ എന്ന് പറയുന്നത് 10 വർഷം മുമ്പുള്ള കാര്യമല്ല. വാട്ട് യു ആർ ഗോയിങ് ത്രൂ നൗ, ഹല്ലേലൂയ, നിങ്ങളുടെ ഹിസ്റ്ററി ദൈവം മാറ്റാൻ വിശ്വസ്തനാണ്. ആർ യു ഏബിൾ ടു ബിലീവ് ദാറ്റ് ഗോഡ് ക്യാൻ ചേഞ്ച് മൈ ഹിസ്റ്ററി ആൻഡ് ഹീ ക്യാൻ ഗിവ് മീ എ ന്യൂ ഡെസ്റ്റിനി? എൻ്റെ ഹിസ്റ്ററി ദൈവം മാറ്റിമറിക്കും. ഒരു ഉദാഹരണം വരും, അത് പറയാൻ പോയി കഴിഞ്ഞാൽ അത് തന്നെ പറയണം. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരാം. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം ഈ 37-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവമുണ്ട്. യോസഫ് സഹോദരന്മാരെ തേടി പോകുന്നൊരു കഥയുണ്ട്. യോസഫ് തൻ്റെ സഹോദരന്മാർ ആട് മേയ്ക്കുന്ന സ്ഥലം. അങ്ങനെ ആദ്യമേ പോയപ്പോൾ എവിടെ ചെന്നു? ഷേഗേമിൽ ചെന്നു. ഷേഗേമിൽ ചെന്നപ്പോൾ ആരെ കണ്ടില്ല? സഹോദരന്മാരെ കണ്ടില്ല. അപ്പോൾ വഴിപോക്കരൊക്കെ പറയാതെ കണ്ടു. ഇവിടെ ഇവരില്ല, അവരെവിടെ പോയിരിക്കുക? ഉൽപ്പത്തി 37-ന്റെ 17-ാം വാക്യം. എവിടെ പോയിരിക്കുക? ദോദാനി പോയിരിക്കുകയാണ്. അപ്പോൾ ദോദാനിൽ എന്തോ ഉണ്ട്? ചേട്ടന്മാരുണ്ട്, അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്. എല്ലാവരും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. ദോദാനിൽ എന്തോ ഉണ്ട്? പൊട്ടക്കിണറുണ്ട്. എന്തുകൊണ്ടാണ് ജോസഫിനെ പൊട്ടക്കിണറിലിട്ടത്? കേട്ടില്ല. എന്തുകൊണ്ടാണ് പൊട്ടക്കിണറ്റിട്ടത്? ചേട്ടന്മാർ എന്ത് റീസൺ പറഞ്ഞാൽ പൊട്ടക്കിണറ്റിട്ടെ? ഇതാ വരുന്നു സ്വപ്നക്കാരൻ. അപ്പോൾ ഈ പൊട്ടക്കിണറ്റിനോട് നോക്കി അവർ പറയുകയാണ്, നമുക്കവനെ എവിടെ ഇടാം? പൊട്ടക്കിണറ്റിൽ ഇടാം. എന്നിട്ട് നമുക്ക് എന്ത് കാണണം? സ്വപ്നത്തിൻ്റെ ഫലം കാണണം. അപ്പോൾ ഏത് കാരണം ചൊല്ലിയാണ് അവനെ പൊട്ടക്കിണറ്റിലിട്ടത്? വേറെ ഒത്തിരി കാരണങ്ങളുണ്ട്. സഹോദരന്മാരുടെ ദുർവർത്തമാനം അപ്പനോട് പറഞ്ഞ യോസഫ്, അതൊക്കെയുണ്ട്. അത് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഇവിടെ യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടത് നിറമുള്ള നിലയെങ്കിടെയും താൻ കണ്ട ദർശനത്തിൻ്റെയും പേരിലായിരുന്നു. അപ്പോൾ ഒരു സ്വപ്നക്കാരന് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്ത്? ദോദാൻ. അത്രയുള്ള എൻ്റെ ചിന്ത. ഒരു സ്വപ്നക്കാരൻ, നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു പ്രവാചകനും ശുശ്രൂഷിക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത്, ദോദാൻ. പക്ഷെ കാലപ്പഴക്കത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് പോകാം. അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. 2 Kings chapter 6 verse 13. സംഭവം ഇതാണ്. അരാം രാജാവായ ബെൻഹദദ് ഇസ്രായേലുമായി തുടർമാനമായ യുദ്ധത്തിലായിരുന്ന സമയത്ത് ഹല്ലേലൂയ, രാജാവ് ശയനഗൃഹത്തിൽ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് എന്ത് തീരുമാനിച്ചാൽ പോലും അത് ആരും അറിയുന്നുണ്ട്. ഒരു പ്രവാചകൻ അറിയുന്നു. അപ്പോൾ ചോദിച്ചു, നമ്മുടെ കൂട്ടത്തിൽ വല്ല സ്പൈസ് വല്ലതും ഉണ്ട്, ചാരന്മാർ വല്ലതും ഉണ്ട്, നമ്മുടെ ന്യൂസ് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങനൊന്നും അല്ല രാജാവേ കാര്യം. വേറൊരു മനുഷ്യനുണ്ട്, അവന് രാജാവ് ഉറക്കത്തിൽ കടന്ന് ചിന്തിച്ചാൽ പോലും അറിയുന്ന ഒരു പ്രവാചകനാണ്. അവൻ്റെ പേരെന്താണ്? ഏലിശ എന്നാണ്. അപ്പം രാജാവ് പറഞ്ഞു, ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ പുള്ളി എവിടെ ഇരിക്കുന്നതെന്ന് പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവന്മാരെല്ലാം കൂടെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ചെന്നപ്പോൾ എവിടെ ഇരിപ്പുണ്ട് പാർട്ടി? അവൻ എവിടെ പാർക്കുന്നു? ദോദാനി പാർക്കുന്നു. 1-2 പേരല്ല, 100. എൻ്റെ 6-ാം അധ്യായത്തിലുണ്ട്, പ്രവാചകന്മാർ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ള ആയതുകൊണ്ട് നമുക്ക് വിശാലമായ ഒരു വീട് പണിയണമെന്നൊക്കെ പറഞ്ഞ് 100 പ്രവാചക ശിഷ്യന്മാർക്ക് സ്കൂൾ ഓഫ് പ്രൊഫസി അല്ലെങ്കിൽ പ്രവാചക ശിഷ്യശാല നടത്തുന്ന ആ പ്രവാചകൻ്റെ വീടിരിക്കുന്ന സ്ഥലം ദോദാനാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകന് പോലും ഇരിക്കാൻ പറ്റാത്ത സ്ഥലത്തെ ദൈവം പ്രവാചകശാലയാക്കി മാറ്റിയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാവിലെ വിശ്വസിച്ചാട്ട് ഗോഡ് ക്യാൻ ചേഞ്ച് അവർ ഹിസ്റ്ററി.
ഗോഡ് ക്യാൻ ചേഞ്ച് അവർ ഡെസ്റ്റിനി. എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥന നടക്കുന്നില്ലെങ്കിൽ നിൻ്റെ കുടുംബം ഒരു ആലയമായി മാറും. റീബാല ഹത്തുരാധകന. അല്ല, അനേക യൗവനക്കാർ ഇവൻ കാണത്തക്കം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് ഏലിശ തൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിച്ച പോലെ അനേക ബാല്യക്കാരുടെ കണ്ണ് തുറക്കുന്ന സ്ഥലമായി ഈ സ്ഥലം മാറുമെന്ന് വിശ്വസിച്ചാട്ടെ. ഇന്നലെ അനേകരുടെ കണ്ണടച്ചു കളഞ്ഞ, ഇന്നലെ അനേകരുടെ ശുശ്രൂഷ ചോർന്നു പോയ, ഇന്നലെ അനേകം പ്രവാചകന്മാരെ മണ്ണിട്ട് മൂടിയ, ഇന്നലെ അനേകം വിശുദ്ധന്മാരുടെ വസ്ത്രം വലിച്ചു കീറിയ, ഇന്നലെ അനേകരുടെ രക്തത്തിന് വില പറഞ്ഞ അതേ സ്ഥലത്ത്, അതേ സ്ഥാനത്ത് ദൈവം തൻ്റെ ആലയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുമെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ ദൈവമക്കൾ. അങ്ങനെ യാക്കോബ്, ഹല്ലേലൂയ, ഇറ്റ് വാസ് എ പ്രോബ്ലം ടേൺ ഇൻടു പില്ലോ. ഫൈനലി ഇറ്റ് ബിക്കം എ പില്ലർ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്, എ പില്ലർ ദാറ്റ് ഫ്ലോയിങ് വിത്ത് ഓയിൽ, ദ ഹോളി സ്പിരിറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ സോൾ ഓഫ് ഹിസ് ഫുട്ട്. ദൈവത്തിൻ്റെ എണ്ണ ഒഴുകുന്ന തൂണുകളായി മാറി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതാ യാക്കോബിനെ കുറിച്ചുള്ള ഒന്നാമത്തെ ചിന്ത. അങ്ങനെ യാക്കോബ് യാത്ര ചെയ്ത് ലാബാൻ്റെ വീട്ടിലൊക്കെ പോകുന്ന ചരിത്രമായി. 20 വർഷത്തെ വാസമൊക്കെ കഴിഞ്ഞിട്ട് ആട് ബിസിനസ് വളരെ മിടുക്കനായിരുന്നു. എവിടെ ചെന്നാലും ഈ കുരുക്കന്മാർ എവിടെ ചെന്നാലും എന്തായിരിക്കും? ഉറക്കെ പറഞ്ഞിട്ട് കുരുക്കന്മാർ തന്നെ ആയിരിക്കും. ഇനി ഹെരോദാവ് രാജാവായി ഓർത്തുകൊണ്ടൊന്നും കുരുക്കുബുദ്ധി മാറത്തില്ല. അതുകൊണ്ടാണ് ഹെരോദാവിനെ യേശു എന്ത് വിളിച്ചത്? ഈ കുറുക്കനോട് എന്ന് പറയാൻ പറ. കാരണം തൻ്റെ കുരുക്ക് ബുദ്ധി കൊണ്ടാണ് അല്ലെങ്കിൽ വന്നു കയറിയവൻ അല്ലെങ്കിൽ ഒരു സമൂഹമായി മാറി. പിന്നെ ആ യഹൂദ സംസ്കാരത്തെ ആകമാനം ഇളക്കി മറിച്ച ഹെരോദ്യർ എന്നൊരു പരീശന്മാരും ശാസ്ത്രിമാരും ഹെരസ്യേന്യരും വാട്ട് വി കോൾ അല്ലെങ്കിൽ എരിവുകാരും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഹെരോദ്യർ എന്നൊരു സംസ്കാരം ഉടലെടുത്ത ഹെരോദാവിൻ്റെ കുരുക്ക് ബുദ്ധി. അതുകൊണ്ടാണ് ഹെരോദാവിൻ്റെ പുളിച്ചുമാവെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ യാക്കോബ് സൂത്രശാലിയായ യാക്കോബ് എവിടെ ചെന്നാലും എന്താണ് പറഞ്ഞാട്ടെ, രക്ഷിക്കപ്പെട്ട് നല്ലപോലെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സഭയിൽ ചെന്ന് കയറിയാലും തലവേദനയായിരിക്കും. മാനസാന്തരപ്പെടുമ്പോൾ എങ്ങനെ മാനസാന്തരപ്പെടണം? നല്ലപോലെ മാനസാന്തരം. വെള്ളത്തിൽ മുങ്ങി പൊങ്ങിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. അവിടെയൊക്കെ നമ്മൾ വരാൻ പോകുന്നത്. അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ തമ്പുരാൻ കാല് തല്ലി ഓടിക്കുന്നതിന് മുമ്പ് നന്നായ രക്ഷപ്പെട്ടുന്ന് രാവിലെ. പ്രൈസ്. മാനസാന്തരപ്പെടുമ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യണം? പണ്ടൊരാളെ സ്നാനപ്പെടുത്തിയപ്പോൾ ഒരു വിരലും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക. പാസ്റ്റർ ആവുന്ന പിടിച്ച് മുക്കാൻ നോക്കി താക്കാൻ നോക്കിയിട്ട് പുള്ളി എന്ത് വിരൽ മാത്രം താക്കത്തില്ല. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, സഹോദരൻ എന്താ അതെനിക്ക് ഒരുത്തിന് ഈ കൈ കൊണ്ടൊരു കുത്തെങ്കിലും കൊടുക്കണം. കാരണം സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നാലും നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്നാനപ്പെട്ടതാണോ എന്ന് തോന്നുമാറി. അന്യഭാഷം പറയുന്ന ചിഹ്നമേ, പേരൊന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കല്ല, എനിക്ക് വായി വന്നൊരു പേര് പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയുന്ന ഈ കൊച്ചമ്മയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ അന്യഭാഷയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിനെ എങ്ങനെ സഹിച്ചേന്? അല്ലല്ലേ? ആത്മാവിൽ നിറയുന്ന അച്ഛനാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഈ ആത്മാവും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നെ സ്വഭാവം? ആലോചിച്ച് നോക്കണം. വല്ലിയ നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കണം ദൈവകൃപയ്ക്ക് മുമ്പാകെ, ദൈവ സാന്നിധ്യത്തിന് വിധേയപ്പെട്ടു കൊടുക്കണം. യാക്കോബ് അവിടെ ചെന്നു, അവിടെ സമ്പത്തൊക്കെ ഉണ്ടാക്കി അവസാനം തമ്പുരാൻ പറഞ്ഞ് തിരിച്ചു പോകാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരുന്ന സംഭവത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ സമയം അവസാനിക്കും. അങ്ങനെ യാക്കോബ് ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അവിടെ വന്നിട്ട് സമ്പത്ത് എന്താണ്, അനുഗ്രഹം എന്താണെന്നുള്ളൊരു വ്യാഖ്യാനം നമുക്ക് അധ്യായത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ യാക്കോബ് ആടുമാടുകളും ബഹുദാസന്മാരും ദാസിമാരും തനിക്കുള്ള ലഭിച്ച ഏകദേശം 11 മക്കളുമായുള്ള വളരെ യാത്ര ചെയ്ത് ഇപ്പോൾ വരികയാണ്. അപ്പോൾ പുള്ളിയുടെ പഴയ അപ്പൻ ചോദിച്ചപ്പോൾ ഒരു പേര് പറഞ്ഞാൽ എന്തായിരുന്നു? 20 years back when his dad asked, what is your name? What he said? I am ഈശോ, എൻ്റെ പേര് ഈശോ എന്നാണ്. അപ്പോൾ അപ്പം പറഞ്ഞു കൈകൾ അല്ലെങ്കിൽ ഏശാവിൻ്റെ, പക്ഷേ സംസാരം ആരുടെയാ? യാക്കോബിൻ്റെ. ഇതൊക്കെ നമ്മുടെ ഒരു പെന്തിക്കോസുകാർ തിരിച്ചറിയേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണ്. പ്രൈസ് ഗോഡ്. അന്യഭാഷ നല്ലതാണ് പെന്തിക്കോസുകാരൻ്റെ, പക്ഷേ പ്രവൃത്തി അങ്ങോട്ട് അതിനോട് മാച്ച്. ഇനി നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാനുള്ളത് പോയിന്റ് കിട്ടിയല്ലോ. നിങ്ങളെ വീട്ടിൽ പോരുന്ന ഇന്ന് രാത്രി മുട്ടുമടക്കിന്ന് പ്രാർത്ഥിച്ച് വ്യാഖ്യാനിച്ചാൽ മതി. കർത്താവേ, അല്ല നാക്ക് നല്ല പാസ്റ്ററുടെ ആണല്ലോ, പക്ഷേ പ്രവൃത്തി ചേരുന്നില്ലല്ലോ. കർത്താവേ, അല്ലെങ്കിൽ ഈ നോട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ട് വിശ്വാസിയുടെ, പക്ഷേ ഇടപാടൊന്നും അങ്ങോട്ട് ഒത്ത് പോകുന്നില്ലല്ലോ. കാരണം എത്ര ഏച്ച് വെട്ടി കെട്ടിയാലും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ദിവസം വെളിപ്പെട്ട് വരുന്നൊരു ദിവസമുണ്ട്. അങ്ങനെ യാക്കോബ് ഇപ്പോൾ യാബോക്ക് കടയിൽ വന്നിട്ട് 21 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. 21 ഞാൻ പറഞ്ഞാണ് കേട്ടോ. പിണങ്ങിയോ നിങ്ങൾ? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു, യാക്കോബിൻ്റെ കാര്യം. യാക്കോബ് ഇപ്പോൾ വന്നിട്ട് എവിടെ വന്നിരിക്കുക? ബോർഡ് കണ്ടപ്പോൾ പുള്ളി പേടിച്ചു പോയി. ഈ ദൈവത്തിന് അങ്ങനെയൊക്കെ ഒരു പരിപാടിയുണ്ട് കേട്ടോ പാസ്റ്ററെ. കാരണം നമ്മുടെ പേരുമായിട്ട് സാമ്യമുള്ള ബോർഡൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. യാബോക്ക് കടവിൽ യാക്കോബ് നോക്കിക്കൊള്ളാലേ. യാക്കോബ് നമ്മളീ കാണുന്ന ഈ സായിപ്പിൻ്റെ ജേക്കബ് അല്ല, സത്യത്തിൽ യാക്കൂബ് എന്ന് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ ഭാഷ. എബ്രായ ഭാഷയിൽ യാക്കൂബ് എന്ന് തന്നെയാണ്. അപ്പോൾ യാക്കൂബും യാബോക്കും കൂടെ ചേർന്ന് പോകുന്നുണ്ടല്ലേ. അപ്പോൾ പുള്ളിക്ക് ഒരു കുത്തലായി ആണ്, എൻ്റെ പേരിൽ ആരാ ഇവിടെ സ്ഥലമൊക്കെ സ്ഥാപിച്ചു വെച്ചേക്കുന്നത്. ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് ചില സംഭവങ്ങൾ ദൈവം മുന്നിൽ കൊണ്ടുവരുന്നത്. പിള്ളേരുടെയൊക്കെ കുസൃതി ആകുമ്പോൾ ഓർത്തോണം, ഇതിനെക്കാട്ടി വലിയ തരുവിടി ആയിരുന്നല്ലോ ഞാൻ എൻ്റെ അപ്പനെന്ന് ഓർത്തോണം. അങ്ങനെ ഞാൻ ഓർക്കുന്നത് പേരുണ്ടേ. മാവേന്നും തെങ്ങേന്നും ഒക്കെ നമ്മളെ പിടിച്ചിറങ്ങിയ കാലഘട്ടമൊക്കെ മറന്നു. പ്രൈസ്തലോടല്ല
ഇതൊക്കെ ദൈവം നമ്മുടെ മുമ്പിൽ. മറ്റുള്ളവരെ നാം എന്തെങ്കിലും പറഞ്ഞ് ദ്രോഹിച്ചതിൻ്റെ തിരിച്ചടികൾ നമുക്കുണ്ടാകും. ഞാനിവിടെ പറഞ്ഞായിരിക്കും, ജഡത്തിൽ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും ജഡത്തിൽ ശിക്ഷാവിധികൾ ദൈവം തന്നിരിക്കും. ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ ഈ മണ്ണ് വിട്ടു പോകുന്നതിന് മുമ്പ് അതിൻ്റെ തിരിച്ചടികൾ ഈ ശരീരത്തിലും ജീവിതത്തിലും ഉണ്ടായിരിക്കും. എല്ലാവരും മറന്നേക്കാം, കൈ കഴുകിയേക്കാം, കുഴപ്പമില്ല, കർത്തൃമേശം കിട്ടിയേക്കാം. പൊതു സമൂഹത്തോട്, പെന്തിക്കോസ് സമൂഹത്തോടാണ് പറയുന്നത്. സ്തോത്രമല്ലിയ. അകത്ത മുറിയിൽ അപ്പനെയല്ല ജ്യേഷ്ഠൻ്റെ കൈ അതുകൂടെ പറഞ്ഞ് ചേർത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. വിയർത്ത് കുളിച്ചു വരുന്ന ഏശാവിൻ്റെ വിശപ്പ് മുതലാക്കി ജ്യേഷ്ഠാവകാശം ഒരു പ്രാവശ്യമേ ആര് വാങ്ങിച്ചുള്ളൂ? യാക്കോബ്. പക്ഷേ യാക്കോബിൻ്റെ ഒപ്പ് 10 പ്രാവശ്യമാണ് ലാബാൻ വാങ്ങിച്ചതെന്നാണ് വചനം പറയുന്നത്. അവൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റിയെന്ന്. 1, 2 അല്ല, എത്ര പ്രാവശ്യമാണ്? കാരണം ഓരോ പ്രാവശ്യം കോൺട്രാക്റ്റ് എഴുതുകയാണ്. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യം ഹല്ലേലൂയ കോൺട്രാക്റ്റ് 10 പ്രാവശ്യമാണ് ലാബാൻ പ്രതിഫലം മാറ്റിയെന്ന്. ഓർത്തോണം, 1ന് 10 മടങ്ങാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യാക്കോബിന് കിട്ടിയത്. അകത്ത മുറിയിൽ നിന്നുകൊണ്ട് അപ്പൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ കണ്ണ് കാണാത്ത കണ്ണ് മങ്ങി അപ്പനെ കബളിപ്പിക്കുമ്പോൾ നല്ല കാഴ്ചയുള്ള യാക്കോബിനെയാണ് ലാബാൻ കളിപ്പിച്ചത്. ഹല്ലേലൂയ. റാഹേലിന് പകരം ലേയെ കൊടുത്തു. ജീവിതത്തിൽ തിരിച്ചടികളുണ്ടാകും. പ്രൈസ് ഗോഡ്. ഏശാവിൻ്റെ ഉടുപ്പെടുത്ത് ദേഹത്തിട്ടിട്ട് ഇത് ഹല്ലേലൂയ എൻ്റെ ഉടുപ്പാണെന്ന് പറയുമ്പോൾ, യോസഫിൻ്റെ വസ്ത്രത്തിൽ ഹല്ലേലൂയ കാട്ടുമൃഗത്തിൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് ആടിൻ്റെ രക്തം പുരട്ടിയിട്ട് 11 പേരാണ് 10 തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്തതെന്ന് ഓർത്തോണം. ജീവിതത്തിൽ തിരിച്ചടികളുണ്ടാകും. ചെയ്യുന്ന ശിക്ഷകൾക്ക്, പറയുന്ന വാക്കുകൾക്ക് ഈ മണ്ണിൽ വെച്ച് തന്നെ തിരിച്ചടികളുണ്ടാകും. കാരണം എസെക്കിയേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ ഹാഗായി വിളിച്ചു പറഞ്ഞു, ഉത്തരവും തുലാമും ഒക്കെ നിങ്ങളുടെ വാക്കുകൾക്ക് സാക്ഷ്യം പറയുമെന്ന്. സഭയുടെ ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ ഓർത്തോണം, ഇതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലപ്പഴക്കത്തിൽ ഇതൊക്കെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ആകാശവും ഭൂമിയൊക്കെ സാക്ഷ്യം നിൽക്കും. അതുകൊണ്ട് അകത്തിരുന്ന് പറഞ്ഞതും ഇരുന്ന് പറഞ്ഞതും നടന്നു പറഞ്ഞതും ഫോണിൽ കൂടെ പറഞ്ഞതും, അയ്യോ പാസ്റ്റർ ഇതെങ്ങനെ അറിഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല, മൊത്തത്തിൽ പറഞ്ഞതാ. ഇതെല്ലാം ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. CD ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് പോലെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്നതല്ല, ഇത് മാഗ്നറ്റിക്, ഇതിൻ്റെ താഴോട്ടിറങ്ങി ചെന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. നമ്മൾ പറഞ്ഞത് മുഴുവൻ എവിടെ ഉണ്ട്? റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇതൊക്കെ ഇപ്പം പെട്ടെന്ന് ഈ പ്ലേ ചെയ്താൽ എന്തോ പോലെ ഇരിക്കും, ഇവിടെ ഇരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതും ഇരുന്നതും നടക്കുന്നതും കേൾക്കുന്നതൊക്കെ ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ചുമ്മാ ഒന്ന് ആലോചിച്ച് എങ്ങനെ ഇരിക്കും? നമ്മളെല്ലാം ഇറങ്ങി ഓടും, അത്രേ ഉള്ളൂ. വണ്ടിയൊക്കെ പാർക്കിങ്ങിലോട്ട് കിടക്കുക, നമ്മളിറങ്ങി ഓടും. അതുപോലല്ലയോ സംഗീതക്കാരൻ പറഞ്ഞത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്ന നീ അറിയുന്നു, എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, നീ അറിയാതെ. എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? പ്രസംഗിക്കുന്നത് ഞാൻ പറഞ്ഞോണ്ടാണ് ഇത് പറയുന്നത്. നീ അറിയാതെ ഒരു വാക്കും അങ്ങനെ പറയാൻ ഒരു സാക്ഷിയൊക്കെ കിട്ടിയാൽ 1.5 മണിക്കൂറത്തെ നീട്ടിയ സാക്ഷ്യത്തിനെക്കാട്ടിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ടെന്നേ. നീ അറിയാതെ, there is no word in my mouth without your knowledge, Lord. ദൈവം അറിയാത്തൊരു വാക്കുമില്ല. അപ്പം യാക്കോബ് ഇങ്ങനെ വലിയ മിടുക്കനായിട്ടൊക്കെ യാബോക്ക് കടവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ ബോർഡെ നോക്കും, എൻ്റെ പേര് യാക്കോബാണല്ലോ. ഈ ബോർഡെ നോക്കും, യാബോക്ക് നോക്കും, എൻ്റെ പേര് യാക്കോബാണല്ലോ. എന്നാലും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ ഭാര്യയും മക്കളെയൊക്കെ അക്കരെ കടത്തി ഏശാവ് വരുന്നു എന്ന് കേട്ട്. കാരണം ഏശാവ് വരുന്നു എന്ന് കേട്ട്, പണ്ട് വരുന്നു എന്ന് പറഞ്ഞ് കത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഏശാവിന് മാനസാന്തരം ഉണ്ടായെന്ന് ആർക്കറിയത്തില്ല. യാക്കോബിനെ നമ്മൾ വിചാരിക്കുന്ന പലരും എന്നേ രക്ഷിക്കപ്പെട്ടു. നമ്മളിപ്പോഴും പറയുന്നത് അവരങ്ങനെ മോശമാകുന്നുണ്ട്, അവരും ദൈവമായിട്ട് തീർത്തോളം കേട്ടോ, നിങ്ങൾ അതിനകത്ത് ഇടപെടുമൊന്നും വേണ്ട. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ ഹല്ലേലൂയ ഒരു ദൂതൻ വന്ന് മല്ല് പിടിക്കുകയാണ്. എങ്ങനെയാണ് മല്ല് പിടിച്ചെന്ന് ഹോശേയ പ്രവാചന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ മസിൽ പവർ കൊണ്ടൊന്നുമല്ല പിടിച്ചത്. രാത്രി മുഴുവൻ യാക്കോബ് കണ്ണുനീരിനാൽ കരഞ്ഞ് ദൂതൻ്റെ കാല് പിടിച്ചെന്നാണ് ഹോശേയ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം കരഞ്ഞ് തന്നെയാണ് എന്ത് ചെയ്തത്? യാക്കോബ് പ്രാർത്ഥിച്ചത്. അങ്ങനെ മല്ല് പിടിച്ച് വരുമ്പോൾ ഇനി നമ്മൾ വരാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 25-ാമത്തെ വാക്യം നോക്കിയാൽ 25 ആയിരിക്കും. മല്ല് പിടിച്ചിട്ടും ജയിക്കില്ലെന്ന് കണ്ടു. ദൂതന് ജയിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഹി ഡസൻ വാണ്ട് ടു ഓവർ പാസ് യു, അല്ലെങ്കിൽ പാസ് മീ നോട്ട് മൈ ജെന്റിൽ സേവിയർ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിന് നമ്മളെ തോൽപ്പിക്കാഞ്ഞിട്ടല്ല. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഭോഷത്വം നിങ്ങൾ അറിയണം. ജ്ഞാനിയായ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യൻ്റെ ജ്ഞാനത്തെക്കാൾ വലുതാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ മുമ്പിൽ കാല് പിടിക്കുന്ന ദൈവത്തെ ഇവിടെ കാണുന്നത് ഭോഷത്വമാണ്. ദൈവത്തിൻ്റെ ഭോഷത്വം എന്നൊക്കെ പറഞ്ഞതാണ്.
അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, ദൈവം എത്ര പോഷനായിട്ടാണ് എന്നെ നിങ്ങളെ രക്ഷിച്ചത്. ദൈവം മിടുക്കനായിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ജ്ഞാനമല്ലേ പറയുന്നത്, ദൈവത്തിൻ്റെ ഫൂളിഷ്നെസ് എന്ന് പറയുന്ന ബിബ്ലിക്കൽ തിയോളജിയാണ് അധർമ്മികളായ നമ്മളെ സ്നേഹിച്ചിവിടെ കൊണ്ടുവന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ കാല് പിടിച്ച് കരയുന്ന യാക്കോബ്, പ്രൈസ് ഗോഡ് അല്ലേ, തുടയുടെ തട മുളുക്കി പേര് ചോദിച്ചു. അവസാനം പുള്ളി ഒരു ഒറ്റ നിലവിളിയായിരുന്നു, എന്തുവാ, എൻ്റെ പേര് യാക്കോബ്. 20 വർഷത്തെ കെട്ട അന്ന് രാത്രി അഴിഞ്ഞത്. പ്രൈസ് ഗോഡ്. ഒറ്റ വാക്കും 20 വർഷമായി കൊണ്ട് നടക്കുന്ന ലാബാനി അടിമ മുഖം അഴിഞ്ഞത് താൻ ആരാണെന്ന് സമ്മതിച്ചപ്പോൾ. അപ്പൻ്റെ മുറിക്കകത്ത് തുടങ്ങിയ ഞാനല്ലാതായി മാറിയ വേഷക്കെട്ടുകളും പകർച്ചകളും അല്ലെങ്കിൽ പ്രച്ഛന്ന വേഷങ്ങളുമൊക്കെ ഒറ്റ രാത്രി പ്രഭാതത്തിൽ അഴിഞ്ഞു മാറിയപ്പോൾ വിളിച്ചു പറഞ്ഞു, ഐ ആം നോട്ട് അല്ലെങ്കിൽ ഈശോ, ഐ ആം ജേക്കബ്. 8 ദിക്കും പൊട്ടുമാറ് ഒറ്റ വിളി പറഞ്ഞു. അതോടെ ലാബാനി മുഖം അഴിഞ്ഞു മാറി. ഒറ്റ സമർപ്പണം മതി ബന്ധനം അഴിയാൻ കേട്ടോ. 20 വർഷം പഴക്കമുള്ള 30 വർഷം പഴക്കമുള്ള ലാബാനിയ മിസ്രയീമിൻ്റെ അരാമിൻ്റെ അടിമ മുഖം ചുമലിൽ നിന്ന് അഴിഞ്ഞു മാറുവാൻ ഒരു സമർപ്പണത്തിന് പറ്റുമെന്ന്. 20 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കഴിയാത്തത്, 40 ദിവസത്തെ പ്രസംഗത്തിന് കഴിയാത്തത്, ഇന്ന് ഉച്ച കഴിഞ്ഞോ ഇപ്പോഴോ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു മുഴങ്കാൽ മടക്കിയിട്ട്, അപ്പാ ഞാൻ തെറ്റിപ്പോയി, എനിക്കറിയാം ഇത് എൻ്റെ വഴിയിൽ നിന്ന് വന്ന തെറ്റാ, എൻ്റെ ആദരം കൊണ്ട് ഞാൻ പറഞ്ഞതാ, അല്ലല്ലേ ആദരം കൊണ്ട് ബന്ധിച്ചതിനെ ഇന്ന് പകൽ ആദരം കൊണ്ട് അഴിക്കണം. ശത്രുനാഥകന അറിവില്ലായ്മയല്ല ഇത്, ആദരം കൊണ്ട് അറിഞ്ഞുകൊണ്ട് ബന്ധിച്ച ചില വാക്കുകളുണ്ട്. ഇന്ന് പകൽക്കാലം ആ കെട്ട് തലയിൽ കൈവച്ച് ശാസിച്ചല്ല, ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞഴിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പാ തെറ്റിപ്പോയെന്ന് പറയുവാൻ എന്താ ഇത്ര മടി? ഭർത്താവിനോട് പറഞ്ഞൊരു വാക്കായിരിക്കാം, ഭാര്യയോട് പറഞ്ഞൊരു വാക്കായിരിക്കാം, കുഞ്ഞുങ്ങളോട് തലയിൽ കൈ വെച്ച് വേദന കൊണ്ട് പറഞ്ഞൊരു വാക്കായിരിക്കാം, അല്ല നിന്നോട് തന്നെ നോക്കി നീ പറഞ്ഞ ഒരു ശാപ വാക്കായിരിക്കാം. അതിൻ്റെ പിന്നിൽ പിശാച് കയറി പിടിച്ചിട്ട് അരാമ്യ ശക്തി അതിൻ്റെ പിന്നിൽ ചങ്ങലയിട്ട് ബന്ധിച്ച് കഴിഞ്ഞ് 20 വർഷമായി ഓടിയിട്ടും അധ്വാനിച്ചിട്ടും എങ്ങും എത്താതെ വണ്ണം വല്ലാതെ ഞെരുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് വെളിപ്പെട്ട് കിട്ടിയാൽ അത് വിളിച്ച് അലറിക്കരഞ്ഞു പറയണം, എൻ്റെ ആദരം കൊണ്ട് ഞാൻ കെട്ടി ഈ കെട്ട് ഇന്ന് പകൽ എൻ്റെ ആദരം കൊണ്ട് ഞാൻ അഴിക്കുന്നു. ശത്രുനാഥകന. ആരെയെങ്കിലും നിങ്ങൾ ശാപവാക്കുകളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അവരുടെ ഹൃദയത്തിന് വേദനയായിട്ടുണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഇന്ന് പകൽക്കാലം ബിഗിൻ ടു ബ്ലസ് ദം. ഇവൻ മണ്ടനാണ്, ഇവന് കഴിവില്ല, ഇവൾക്ക് കഴിവില്ല, നീ എവിടെ പോയി തീരുമെന്നൊക്കെ കുഞ്ഞുങ്ങളോട് പറയരുത് കേട്ടോ. മക്കളെ യഹോവ തരുന്ന ദാനമായതുകൊണ്ട് അവരെ അനുഗ്രഹിപ്പീൻ. ഭർത്താവിനോട് ഭാര്യയോട് ഇവള് മണ്ടിയാണ്, ഇവൾക്ക് കഴിവില്ല, ഭർത്താവിനെ മിടുക്കനല്ല, കഴിവില്ല എന്നൊന്നും പറഞ്ഞ് കൊച്ചാക്കരുത്. യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കാൻ തുടങ്ങിയാട്ട്. ഇന്ന് പകൽക്കാലം വായിൽ നിന്ന് അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പുറത്തു വരണം ദൈവമക്കളെ. ഇപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയി, കഷ്ടമായിപ്പോയല്ലോ, ഈ രാജ്യത്ത് വന്ന് നഷ്ടമായിപ്പോയല്ലോ, നാട്ടിൽ നിന്നാൽ മതി. നോ, ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇതെനിക്ക് നന്മയായി തീരുമെന്ന് പറഞ്ഞാട്ട് ഇന്ന് രാവിലെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്താൻ എത്ര പേര് തയ്യാറാകും? Instead of complaining and murmuring, hallelujah, instead of hallelujah grumbling, you can open your mouth and confess, Lord, this is the land of blessing. I'm going to be blessed, and with me, hallelujah, everyone around me is going to be blessed. അബ്രഹാമിനോട് പറഞ്ഞ പോലെ നീ നിമിത്തം ഈ ദേശം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ? ഞങ്ങൾ ഉണർത്തപ്പെട്ടാൽ ഈ പട്ടണം ഉണർത്തപ്പെടുമെന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ ഓരോ താമസമാണെങ്കിൽ 2025 നടക്കുന്ന ഒരു പ്രാർത്ഥന നടന്നാൽ, യേശുവിൻ്റെ വരെ താമസമായാൽ ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ ആലയത്തിൽ കടന്നു വന്ന് ആരാധിക്കണം. നിങ്ങളത് വിശ്വസിക്കുന്നോ? ഞാൻ നിങ്ങൾക്ക് ഓഫറൊന്നും തരുമല്ല, നിങ്ങൾ വിശ്വസിക്കണം, ദൈവമഹത്വം കാണും. ദൈവസഭയെ ഏറ്റെടുത്ത് പറഞ്ഞാട്ടെ, കർത്താവേ സഭയിലല്ല ഞാൻ ഈ പ്രാർത്ഥന നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് എന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെടുവാൻ ഒരാളെ കൂടെ ആലയത്തിലേക്ക് കൂട്ടിവരുത്തണമേ. ഈ പട്ടണത്തിലുള്ള സകല സഭകളും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഭാഷ വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആലയത്തിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്ന കാലഘട്ടം തൊട്ട് മുമ്പിലുണ്ടെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാൻ എത്ര പേര് തയ്യാറാകും? സഭയുടെ ആതിരുകളെ ഇന്ന് പകൽ ദൈവം വിശാലമാക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. Let the church begin to pray. Let the church begin to pray. We want to see a numerical growth and a spiritual growth that's happening in our life. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആലയത്തിനകത്ത് ഈ എണ്ണത്തിലും പെരുകണം. ഞങ്ങളുടെ സഭയ്ക്കകത്ത് ആത്മാവിൻ്റെ പെരുക്കമുണ്ടാകണം. Praise God. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുക. ഇറ്റ്സ് എ ബർഡൻ വിച്ച് ഗോഡ് ഈസ് ഗിവിംഗ് ടു മീ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു ഭാരം തരികയാണ്. എസെക്കിയേലിന് കിട്ടിയതുപോലെ. Praying for this church, may the church be multiplied. Simple principle, hallelujah, how the church will be multiplied. Acts chapter 9 verse 31. അവിടെ പറയുന്നുണ്ട് ഒരു സഭ എങ്ങനെ വളരുന്നതെന്ന്. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇറ്റ്സ് 100% ഗ്യാരണ്ടി ദ ചർച്ച് വിൽ ബി മൾട്ടിപ്ലൈഡ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി പുട്ട് ഓൺ ദ സ്ക്രീനിൽ ആക്ട്സ് ചാപ്റ്റർ 9 verse 31. അങ്ങനെ യഹൂദ്യ ഗലീല ശമര്യയിലുള്ള സകല സഭകൾക്കും സമാധാനമുണ്ടായി.
ദൈവസഭ, എ ചർച്ച് വിൽ ബി എ ചർച്ച് ഓഫ് പീസ്. അല്ലല്ല, വി നീഡ് ടു ഒബ്സർവ് ആൻഡ് കീപ് പീസ്. എല്ലാവരും എന്ത് ചെയ്യണം? ദൈവസഭ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലല്ലേ, വിശ്വാസികൾ തമ്മിൽ അല്ലല്ലേ കോൺഫ്ലിക്റ്റ് ഒന്നും പാടില്ല കേട്ടോ. ഐ ഡോണ്ട് സേ ദാറ്റ് ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ഇൻ ദ ചർച്ച്. ഐ എം ജസ്റ്റ് സേയിങ് ഇൻ സ്പിരിറ്റ്. അല്ലല്ലേ, ഈസ് ദർ എനി കോൺഫ്ലിക്റ്റ് ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓർ ഡിസഗ്രിമെൻറ്റ്, വി നീഡ് ടു ബ്രേക്ക് ദറ്റ് കേഴ്സ് ആൻഡ് ലെറ്റ് ദ ചർച്ച് ഗ്രോ ടുഗദർ ഇൻ യൂണിറ്റി. അവിടെ ഒരു പീസ് ഉണ്ടാകണം. കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒക്കെ ഒരു വലിയൊരു ആത്മസന്തോഷം ഉണ്ടാകണം. So apart from all other churches, I travel many of the churches in America. When there is an English worship, older people will be silent. When there is a Malayalam worship, younger will be silent. But here I could see that you all are joined together regardless of the language. I don't think that everybody understands the exact meaning of the words in the Malayalam or English, but still you decided to, you chose to worship the Lord. That's a good sign of blessing. നല്ല അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. നല്ല അനുഗ്രഹത്തിൻ്റെ ലക്ഷണമല്ല, ഒരു സമാധാനമുള്ള സഭയെ വളരത്തുള്ളൂ. രണ്ട്, അടുത്ത കാര്യം പറഞ്ഞു, സഭ സമാധാനമുണ്ടായി, അത് ആത്മീക വർധനവ് പ്രാപിച്ചു. സ്പിരിച്വൽ എഡിഫിക്കേഷൻ ചർച്ചിനകത്തുണ്ടാകണം. Let this pulpit, ask the man of God, preach God's word. Whoever comes and preach. So I believe that Sundays the servant of God, the shepherd will be preaching God's word. Every time he preached the word, the church should receive that. And you will be edified. ആത്മീയ വർധന പ്രാപിക്കും through the word of God. ദൈവവചനത്താൽ നിങ്ങൾ, അത് ശാസനമായിരിക്കും, തർജ്ജനമായിരിക്കും, ഗുണീകരണമായിരിക്കും, അത് പഠനമായിരിക്കും, അത് പ്രസംഗമായിരിക്കും, മൂർച്ചയുള്ള വാളായിരിക്കും, തലോടലായിരിക്കും. ബട്ട് ദ ചർച്ച് ഷുഡ് ബി എഡിഫൈഡ് ബൈ ഹിയറിംഗ് ഓഫ് ഗോഡ്സ് വേർഡ്. അടുത്തത് പറയുന്നത് അല്ലല്ല, അവരെന്ത് ചെയ്തു? ആത്മാവിൻ്റെ കർത്താവിനോടുള്ള ഭക്തിയിലും ആത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നു. ദൈവഭയം സഭയ്ക്കകത്തുണ്ടാകണം. പാപം ചെയ്യാൻ മടിക്കണം. സഭ വളരാനുള്ള ടെക്നിക്ക് അഞ്ച് കാര്യങ്ങളായി പറഞ്ഞു വരുന്നത്. പാപം ചെയ്യാതിരിക്കാൻ തീരുമാനിക്കണം. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ആർക്കും ഒരു വേദന വരുത്തത്തില്ല. എനിക്കിഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും കണ്ടേക്കാം. കാരണം നമ്മൾ പല കുടുംബത്തിൽ പല ഭാഷയിൽ പറന്ന് വന്നവരാണ്. നമ്മുടെ സ്വഭാവം നമുക്ക് പോലും പിടിക്കുന്നില്ലല്ലോ. പിന്നെ മറ്റുള്ളവർക്ക് പിടിക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. നമുക്കെല്ലാം അങ്ങ് ഇഷ്ടക്കേടാണ്. ഒരാൾ വന്നാൽ, ആ സഹോദരൻ വന്നു, ആ സഹോദരി അങ്ങോട്ട് പോയി എന്നോട് മിണ്ടിയില്ല, കണ്ടില്ല, കേട്ട് അവരെന്തെങ്കിലും. ഇതൊന്ന് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. നമ്മൾ റൈറ്റാണെന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം വേറൊരാൾ വേറൊരു വീട്ടിൽ ജീവിച്ചത് അല്ലല്ലേ, ഒരാൾ ചപ്പാത്തി കഴിക്കുന്ന ആളായിരിക്കും, ഒരാൾ ചോറ് കഴിക്കുന്ന ആളായിരിക്കും, ഒരാൾ സാലഡ് കഴിക്കുന്ന ആയിരിക്കും. സ്വഭാവം വ്യത്യാസം കാണത്തില്ലേ? സിംഹത്തിൻ്റെ സ്വഭാവമല്ല ആടിനാണോ? അല്ല, എല്ലാ മൃഗങ്ങളെന്നാണ് പേര്, പക്ഷേ സ്വഭാവം വ്യത്യാസമുണ്ട്. തിന്നുന്ന ഭക്ഷണം അനുസരിച്ചാണ് നമ്മൾ ചവയ്ക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത്, കിടക്കുന്നത്, സംസാരിക്കുന്നത് എല്ലാം നമ്മുടെ സ്വഭാവത്തെ നാച്ചറാണ്. കാരണം ഇവിടുത്തെ ഈ മണ്ണിലുള്ള ഓൾ ദ കെമിക്കൽസ്, ഓൾ ദ മിനറൽസ്, മെറ്റൽസ് ആൻഡ് എവറിത്തിങ് ഹാസ് ആൻ ഇൻഫ്ലുവൻസ് ഇൻ അസ്. അതുകൊണ്ട് നമ്മൾ എൻ്റെ സ്വഭാവം പോലെ എല്ലാവരും ആയിരിക്കണമെന്ന് ആരും എന്ത് ചെയ്യരുത്. ഞാൻ പ്രാർത്ഥിച്ച പോലെ എല്ലാവരും പ്രാർത്ഥിക്കണം, ഞാൻ പാടിയത് എല്ലാവരും പാടണം, ഞാൻ പ്രസംഗിച്ച പോലെ പ്രസംഗിക്കണം, ഞാൻ പോകുന്നല്ല പോകണം. ഡിമാൻഡൊന്നും പാടില്ല. എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകണം. എല്ലാവരും അങ്ങനെ ഒന്ന് പറഞ്ഞാട്ട് കംപ്ലയിൻറ്റ് ബോക്സ് എല്ലാം ചർച്ചയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കോംപ്ലിമെൻറ്റ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ സഭ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന ഉണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസം ഇന്ന് തൊട്ട് ഹല്ലേലൂയ ഞാൻ എല്ലാവരെയും കുറിച്ച് നല്ലതേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ കുരുടനെ കണക്ക് പറയും, ഞാൻ മനുഷ്യരെല്ലാം മരങ്ങളെ പോലെ കാണുന്നു. അവൻ്റെ കണ്ണ് രോഗശാന്തിയൊക്കെ ആരാ സൗഖ്യമാക്കിയത്? പാസ്റ്ററൊന്നുമല്ല, യേശു സൗഖ്യമാക്കിയത്. നീ വല്ലതും കാണുന്നുണ്ടോ? പിന്നെ മർക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തില ബെത്സൈദിലെ കുരുടൻ, നീ വല്ലതും കാണുന്നുണ്ടോ? പിന്നെ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നു? മനുഷ്യരെല്ലാം ഐ സീ മെൻ വാക്ക് ലൈക്ക് ട്രീസ്. ഭാര്യയെ കണ്ട മരം, ഭർത്താവിനെ കണ്ട മരം, മക്കളെ കണ്ട മരം, പാസ്റ്ററെ കണ്ട മരം, വിശ്വാസിയെ കണ്ട മരം. പിന്നെ എങ്ങനെ ഇടപെടാൻ പറ്റും നല്ല പോലെ? ഹല്ലേലൂയ. മനുഷ്യരെ പോലെ കാണട്ടെ. യേശു എന്ന് പറഞ്ഞു ഒന്നും കൂടെ കൈവച്ചു. ഇവനെ പകുതി രോഗശാന്തി ആയിട്ടുള്ളൂ കേട്ടോ. പാസ്റ്റർ 21 കൊണ്ട് തീർന്നില്ല, 40 വെച്ചോ. കാരണം പകുതിയായിട്ട് വിടല്ലേ ആരം വിട്ടി. ഹല്ലേലൂയ. അത് 100 ആയാലും കുഴപ്പമില്ല, 200 ആയാലും കുഴപ്പമില്ല, ഈ വർഷം മൊത്തം ഉപസിച്ചാലും കുഴപ്പമില്ല. സ്റ്റിൽ വി സീ പീപ്പിൾ എക്സാക്ട്ലി ആസ് ഹല്ലേലൂയ ഗോഡ്സ് ചിൽഡ്രൻ. മനുഷ്യരെ ദൈവത്തിൻ്റെ മക്കളെ പോലെ കാണുന്ന പോലെ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. We should cry to Lord, open my eyes that I may see the people you have seen them as the way I want to see them. യേശു അങ്ങ് മനുഷ്യരെ കണ്ടതുപോലെ അവരെ കാണുവാൻ എന്നെ സഹായിക്കണമേ. നിങ്ങളാണെ സക്കായി വീട്ടിൽ കയറ്റുമോ? 4 മടങ്ങ് ചതിവായി വാങ്ങിച്ചിട്ടല്ലേ മരത്തെ കയറി ഒളിച്ചിരിക്കുന്നതിനെ വലിച്ച് താഴെ ഇറക്കിയിട്ട് ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്ക വരുമ്പോൾ നമ്മളാണ് പാർക്കിങ്ങിലോട്ട് പോലും കയറ്റത്തില്ല. അവളെ വിളിച്ചിട്ട് അവൾക്ക് നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറയുന്നത്. ശമരിയക്കാരി സ്ത്രീയെ ഹല്ലേലൂയ കൃപയിലേക്ക് നടത്തി സുവിശേഷകയാക്കുന്ന ഈ ദൈവസ്നേഹം നമ്മളിലേക്ക് കടന്നു വരണമെന്ന്. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മളെല്ലാവരും നാവേൽ ഇങ്ങനെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥന ഞാൻ പറയാൻ പോവുക.
എന്തെല്ലാം പ്രാർത്ഥനയെ നമ്മൾ ഭൂലോക സുവിശേഷീകരണത്തിലൊക്കെ പ്രാർത്ഥിച്ചു കളയും. നമ്മൾ ഒറ്റയടിക്കൽ കർത്താവെ ഏഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആഫ്രിക്കയ്ക്ക് വേണ്ടി, അന്റാർട്ടിക്ക് വേണ്ടി, അവിടെ ആൾ പോലും ഇല്ലെന്നറിയത്തില്ല, എന്നാലും പ്രാർത്ഥിക്കും. കർത്താവെ ആർട്ടിക്ക് വേണ്ടി, അന്റാർട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൗത്ത് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ കർത്താവ് നോർത്ത് അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നു 141:3 യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരധാരത്തെ. സിമ്പിൾ ബൈബിളിലെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നമ്മൾ നന്നാവുമെന്ന്. വാട്സാപ്പിൽ വരുന്ന പ്രയർ റിക്വസ്റ്റിന് അപ്പുറത്ത് ബൈബിളിൽ എന്തെല്ലാം പ്രാർത്ഥനയുണ്ട്. യഹോവേ സെറ്റ് എ ഗാർഡ് ഓവർ മൈ മൗത്ത് ലോർഡ്. യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി. കാരണം നമ്മുടെ നാക്കിനെ ശുദ്ധീകരിക്കാൻ ദൈവത്തിനെ പറ്റത്തുള്ളൂ. അല്ല നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സിലൊന്നും പോയിട്ട് ട്രെയിനിങ് ഒന്നും എടുത്തിട്ടൊന്നും യു നോട്ട് ടൈം യുവർ ടങ് ഓർ ടു യുവർ ഇയേഴ്സ് പറ്റത്തില്ല. അപ്പം അതിനൊരു ടെക്നിക്കുണ്ട്. കാരണം ദൂതന്മാർക്ക് പോലും തൊടാൻ പറ്റത്തില്ല തീക്കകത്ത്. ആർ യു വിത്ത് മീ? ഹല്ലേലൂയ. സ്വർഗത്തിലെ കത്തുന്ന കനലിൽ ആർക്ക് തൊടാൻ പറ്റത്തില്ല? അത്രയ്ക്ക് പവർഫുള്ളാണ് ദ കോൾ, ഹല്ലേലൂയ, ദാറ്റ് ബേണിങ് ഇൻ ഹെവൻലി പ്ലേസസ്. അമ്മാരൊരു കൊടിലുകൊണ്ട് അത് എടുത്തിട്ട് പക്ഷെ നാക്കെ വെച്ച് കൊടുത്തു. എന്നെ കൂടെ ഉണ്ടോ എല്ലാവരും? യെശയ്യാവിൻ്റെ നാക്കെ വെക്കാവുന്ന സാധനം ദൂതന്മാർക്ക് കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ല. അതാ ഈ സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൂതന്മാർക്ക് കൊടിലുകൊണ്ട് പിടിക്കാവുന്നത്, അല്ലെ വാരിക്കൊണ്ട് വന്നാൽ പോരെ, കോളിങ് വാരിക്കൊണ്ട് വന്നാൽ പോരെ. അല്ല, ദൂതന്മാർ കൈകൊണ്ട് തൊടാൻ മടിക്കുന്ന അഗ്നി കഷ്ണമാണ് നമ്മുടെ അതരത്തിൽ വെക്കേണ്ടത്. ആ അതരത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടേ ഈ അതരം ഉപയോഗിക്കാവെന്ന് അറിയണം. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടി, ദൂതർക്കും ഗൂഢാവകാശം ലഭ്യമാവ ദുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം. ഓ ദൂതർക്കും കൂടാവകാശം ലഭ്യമാവ ദുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം. ദൂതഗണം കാവലായിത്തം അനുദിനമേനിക്കാവൻ ദൂതഗണം. പ്രൈസ് ദി ലോർഡ്. പുതിയ ദൂത്, നൂതനാമാം ദൂത് കേളും ഊനമെന്നെ നൽകിയിടുന്നു പാടും ഞാൻ പരമേശ്വരനോ. നമ്മുടെ അതരത്തിൽ വെച്ചിരിക്കുന്ന സ്വർഗീയ അഗ്നികഷ്ണത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം നമ്മൾ സംസാരിക്കണം. അത്ര പ്രിവിലേജ്ഡാണ് നമ്മളെന്ന് ഓർത്തോണം. പ്രൈസ് ഗോഡ്. അപ്പം ഈ യാക്കോബ് ഹല്ലേലൂയ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ് യാക്കോബ്. ഈ യാബോക്ക് കടവിൽ ഇരുന്നു കൊണ്ട് കാലൊക്കെ ഉളുക്കിയിട്ട് യാക്കോബ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ. ഇവിടെയാണ് നാം ചോദിക്കുന്ന ഗോഡ് ഓഫ് ബ്ലെസ്സിങ്. എന്താണ് അനുഗ്രഹം? യാക്കോബ് 32-ാം അധ്യായത്തിലും 31-ാം അധ്യായത്തിലും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനൊരു വടിയോട് കൂടിയാണ് യോർദാൻ കടന്നത്, നീ എന്നെ എന്താക്കി മാറ്റി? രണ്ട് കൂട്ടമാക്കി മാറ്റി. നമ്മളൊക്കെ സാക്ഷ്യം 20 വർഷം മുമ്പ് 30 വർഷം മുമ്പ് ഒരു കർത്താവ് ഒരു കൊച്ചു പെട്ടിയും കൊണ്ട് $20 ഇവിടെയൊക്കെ വന്നത്. ഇന്ന് കർത്താവ് ഞങ്ങൾ ഇത്രയൊക്കെ മാനിച്ചു. എന്തോ ഒരു ആവേശമാണ്. സ്വോത്രം ഭയങ്കര സന്തോഷം. അതിനൊന്നും തെറ്റൊന്നുമില്ല. ഞാൻ വരുമ്പോൾ ഞാൻ $1,500 കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് $2 കാര്യം പറയണ്ട. അതുകൊണ്ട് 22 വർഷം മുമ്പ് ഞാൻ വന്നത്. നിങ്ങളൊക്കെ എത്ര കൊണ്ടുവന്ന് കപ്പൽ കയറി വന്നവരുണ്ട്, നടന്നു വന്നവരുണ്ട്, വെള്ളത്തിൽ കൂടെ നീന്തി വന്നവരുണ്ട്, എല്ലാം കാണും ഈ കൂട്ടത്തിൽ. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെ ഇവിടെ വന്നു പെട്ടു. ദൈവം നമ്മൾ ഇത്രയൊക്കെ അതിനൊരു സന്തോഷമില്ലയോ? എന്തോ ഒരു വാട്ടം മുഖത്ത്. ദൈവം ഇത്ര നമ്മളെ കൊണ്ടുവന്നില്ലേ? വന്നത് അബദ്ധമായെന്ന് ആർക്കും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പൊക്കോ, ഒരു കുഴപ്പമില്ലല്ലോ, തിരിച്ചു കയറി പൊക്കോ. പിന്നെ ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. ഒരാൾ എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ വരണ്ടായിരുന്നു, വന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ പറഞ്ഞ പൊക്കോ സഹോദരൻ, പ്രാർത്ഥിക്കാം, നമുക്ക് നാളെ സഭയായിട്ട് വിളിച്ച് പറയാം, വീട്ടോട്ട് വരാൻ സഹോദരൻ മടങ്ങി പോകുന്നു. അന്നേരം പോണ്ട. പ്രൈസ് ദി ലോർഡ്. ട്രംപ് വീട്ടിൽ വന്ന് വിളിച്ചില്ല, ഒബാമ വന്ന് വിളിച്ചില്ല, ജോർജ് ബുഷ് വന്ന് വിളിച്ചില്ല, പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഇവിടെ നിങ്ങൾ വന്നില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടൊന്നുമല്ല നമ്മൾ വന്നത്. കൈയും കാലും ഇട്ടടിച്ച് കരഞ്ഞ് നിലവിളിച്ച് അവരുടെ കാലും പിടിച്ച് ഇവരുടെയും കാലും പിടിച്ചൊക്കെ വന്നിട്ട് ഇവിടെ വന്ന സ്തോത്രം പറഞ്ഞെങ്കിൽ ജീവിച്ചോണം. വന്ന നാടിനെക്കുറിച്ച് പരാതി പറഞ്ഞുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വിട്ടുപൊക്കോണം എൻ്റെ അഭിപ്രായം. ഓക്കെ, അത് ഇത്രേ ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിന്നുകൊണ്ട് യാക്കോബിൻ്റെ ഭയങ്കര സാക്ഷ്യമാണ്. ഹല്ലേലൂയ, കർത്താവേ നീ എനിക്ക് തന്നത്. ഇതിനൊക്കെ ഞാൻ ആരാണ്? അവാത്തരണം അത്ര സാക്ഷ്യത്തിലൊക്കെ പറയും, ഞാൻ ഏഴയാണ്, പൊടിയാണ്, കൃമിയാണെന്നൊക്കെ എഴുതിയിട്ട് സാക്ഷ്യം പറഞ്ഞോളെ അല്ലേ. ഇപ്പോൾ എന്നെ അച്ഛൻ ഞാൻ ഇവിടുന്നോട് സാക്ഷ്യം പറയാണ്, സഹോദരന്മാരെ കർത്താവേ ഞാൻ ഏഴയാണ്, പൊടിയാണ്, കൃമിയാണ്, എന്നോട് കരുണ കാണിച്ചു തന്നു. അപ്പോൾ കുഞ്ഞോഞ്ചാൻ എഴുന്നേറ്റ് പറയാണ്, കർത്താവേ ഈ പൊടിയോട് ഏഴയോട് കൃമിയോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞതാണ് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഏഴയാണ്, പൊടിയാണ്, കൃമിയാണ്. അപ്പോൾ നാളെ തൊട്ട് നിങ്ങൾ എന്നെ അങ്ങനെ ഏഴ്, പൊടി, കൃമി എന്നൊക്കെ വിളിച്ച് എൻ്റെ സ്വഭാവം മാറും. അപ്പോൾ നമ്മൾ ചുമ്മാ പറഞ്ഞല്ലേ അതൊക്കെ നാട്ടുകാർക്ക് വിളിക്കാനല്ല പറഞ്ഞു, നമ്മൾ ചുമ്മാ പറഞ്ഞതൊക്കെ നമ്മുടെ ഒരു സ്റ്റൈലിന് വേണ്ടി പറഞ്ഞ് ഒപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇതൊക്കെ
പ്രാപിക്കാൻ അപാത്രൻ. ഐ എം നോട്ട് വർത്തി ടു റിസീവ് ഓൾ ദീസ് ബ്ലെസ്സിങ്. മനസ്സിനകത്ത് പറയുക, ഇതൊന്നും ഞാൻ അപാത്രന. കർത്താവ് ഒരു വടിയോടുകൂടി ഓർദാൻ കടം കയ്യിലുണ്ടായിരുന്ന എണ്ണ കല്ലേലും ഒഴിച്ചു, പക്ഷേ പോയിടത്തൊക്കെ നീ എന്നെ വർദ്ധിപ്പിച്ചു. അപ്പോൾ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ എന്നെ വിടുകയില്ല എന്ന് പ്രാർത്ഥിച്ചത് ആട് വർദ്ധിക്കാൻ വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്. അത് പറയാനാണ്. So we need to understand what does it meaning when we cry to the Lord, bless me, O Lord. When children, the first art of praying is that you say, bless dad, bless mom, bless my brother, achacha or mama, whatever maybe you pray. But you need to understand, we are not praying to bless them with money or bless them with anything of this world. Something beyond that, there is a meaning for blessing. ആ അനുഗ്രഹം എന്താണെന്ന് ഇന്ന് രാവിലെ അറിയണം. എന്നിട്ടേ അടുത്ത ചുവട് വെക്കാവും മോശയെ. എന്നും മന്നായും എന്നും മാറായും എന്നും പ്രതിസന്ധിയും മാറാൻ വേണ്ടി കരയുന്ന മാറത്തടിക്കുന്ന ഒരു ആത്മീയനെ അല്ല ദൈവം സ്വപ്നം കാണുന്നത്. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളുടെ കലവറ തുറക്കുന്ന പ്രാർത്ഥന ദൈവസഭ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമായി. ഹല്ലേലൂയ. അപ്പോൾ എന്താണ്? രണ്ട് കൂട്ടമായിട്ട് നിൽക്കുക. ഇപ്പോൾ ആടുമാടുകളുടെ എണ്ണം അവസാനം ലാബാന് പോലും അസൂയ, ലാബാൻ്റെ മക്കൾ, അതിൻ്റെ അളിയന്മാർക്ക് അസൂയ. ആകെ ആടുകളുടെ പെരുപ്പമാണ് യാക്കോബിന്. ആ ആടുകളിൽ പലതിനെയും 400 ആടിനെ ഏശാവിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഒരു ശവക്കോട്ട വാങ്ങുന്ന പൈസയൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം മക്പേല ഗുഹ വാങ്ങാൻ വേണ്ടി അബ്രഹാം വല്യപ്പച്ചൻ കൊടുത്ത എത്ര 400 ആടിനെ കൊടുത്താണ് ശവക്കോട്ട വാങ്ങിച്ചത്. നമ്മൾ ഇപ്പോഴത്തെ മനസ്സിലായല്ലോ. ഇത്രയും സെമിറ്ററിയുടെ പൈസയാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ഒരു ഫ്യൂണറലിന് $16,000. ഇത്രയും സെമിറ്ററിയുടെ പൈസയാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ഏശാവിന് കാഴ്ചയായിട്ട്. ഇനി പുറകെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാഴ്ചയായിട്ട് സമ്മാനം കൊടുത്തിരിക്കുന്നു. ആ മനുഷ്യനാണ് പറയുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ലേയ്ക്കുണ്ട്, റാഹേലിനുണ്ട്, മക്കളുണ്ട്, അല്ല ബിൽഹായ്ക്കും ശില്പയ്ക്കും എല്ലാവർക്കും മക്കളുണ്ട്. മക്കളുടെ വേളം ദാസിദാസന്മാർ അനവധിയാണ്. സകലതും യാക്കോബ് അക്കരെ കടത്തിയെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചില്ലാതെ ഞാൻ നിന്നെ. ദെൻ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ ബ്ലെസ്സിങ്. ഞാൻ 3 കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സ്തോത്രം. അതൊന്ന് വ്യാഖ്യാനിച്ച് അവസാനം. 1, ദ പൊസഷൻ വിതൗട്ട് പീസ് ഈസ് നോട്ട് എ ബ്ലെസ്സിങ്. സമാധാനമില്ലാത്ത സമ്പത്ത് ദൈവമക്കളെ അനുഗ്രഹമല്ല. എന്തെല്ലാം വാരിക്കൂട്ടിയാലും സ്വസ്ഥതയില്ലെങ്കിൽ അത് അനുഗ്രഹമല്ലെന്ന്. ഇന്ന് പകൽക്കാലം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദിവ്യ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജോലി ചെയ്ത് 2 ജോലി ചെയ്ത് 3 ജോലി ചെയ്ത് വാരിക്കൂട്ടി നന്മയെല്ലാം എണ്ണയല്ലേ ബാങ്കിനകത്തുണ്ട്, അല്ല ഷെയറിലുണ്ട്, സ്റ്റോക്കിലുണ്ട്, നാട്ടിലുണ്ട്, എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. സമാധാനം അകത്തില്ലെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ നന്മയോടുകൂടി സമാധാനം ഉണ്ടായിരിക്കണം. ലെറ്റ് us have peace attached with our possession. നമ്മുടെ പൊസഷനോടുകൂടി, അത് മക്കളും മരുമക്കളും കുടുംബത്തിനകത്ത് ഒരു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സമാധാനമില്ലാത്ത സമ്പത്ത് അനുഗ്രഹമല്ല. ഭാര്യയും ഭർത്താവോടെ മുഖം വീർപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഡിവോഴ്സൊന്നും ചെയ്യത്തില്ല, പക്ഷേ മുഖം വീർപ്പിച്ചാണ് ഇരിക്കുന്നത്. കടിച്ചു കയറുന്ന സ്വഭാവം, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മാറ്റിക്കോണം. ഞാൻ നിങ്ങളുടെ ആരും പേര് പറഞ്ഞില്ല. പേര് പറയണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ തിരിച്ച് പേര് പറയാം. കാരണം ഞാൻ പേര് വിളിക്കുന്ന പ്രായമൊന്നുമല്ല. കാരണം അപ്പം ഞാൻ ഈ പ്രശ്നം സഭയിലൊക്കെ 10 ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ട്. പല സഭയിലും പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ നിസ്സാര കാര്യമാണ്. നിസ്സാര കാര്യത്തിനൊക്കെ കുടുംബ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ ഇതൊക്കെ പറയുന്നത് ഒരു പാസ്റ്ററാണ് കേട്ടോ. വിരോധമൊന്നുമില്ലല്ലോ, ഇല്ലല്ലോ, എനിക്കൊട്ടുമില്ല പറയുന്നതന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ നിസ്സാര കാര്യങ്ങൾ ഭാര്യയും ഭർത്താവിടെ സംസാരിക്കും. പിസ്സ വാങ്ങിച്ചപ്പോൾ എന്നോട് ചോദിച്ചില്ലെന്ന്. ഇതിനൊക്കെയാ പരാതി. 180,000 ഒരാൾക്ക് സാലറി, വേറൊരാൾക്ക് 200,000 സാലറി, ഒരാൾ ഫാർമസിസ്റ്റ്, ഒരാൾ സൈക്കോളജിസ്റ്റ്. അവിടുത്തെ വഴക്ക് $8 പിസ്സ വാങ്ങിച്ചപ്പോൾ ചോദിച്ചില്ലെന്ന്. ആലോചിച്ച് നോക്കിയേ, മിണ്ടിട്ട് മാസങ്ങളായി. ഇതുപോലെ ഞാൻ ആ പിസ്സയുടെ കാര്യം വിട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പിസ്സ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ പിസ്സ ഏതാണെന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കേ അറിയത്തുള്ളെന്ന്. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ സമാധാനമില്ലാത്ത സമ്പത്ത് അനുഗ്രഹമല്ല. യാക്കോബിന് സാക്ഷിയൊക്കെ പറഞ്ഞ് എളുപ്പം. 2 കൂട്ടമായി എന്നെ മാറ്റി ദൈവം ദാസിദാസന്മാരെ തന്നു, ഞാൻ അപാത്രമാണ്. ഞായറാഴ്ച എഴുന്നേറ്റ് കർത്താവേ വെറും കൈയോടെ ഈ നാട്ടിൽ വന്ന് ഞങ്ങളെ വർദ്ധിച്ചു, വീട് തന്നു, കാറ് തന്നു, വാഹനം തന്നു, സമ്പത്ത് തന്നു, ഒക്കെ തന്നു. പക്ഷേ എൻ്റെ ചോദ്യം, കുടുംബത്തിനകത്ത് സമാധാനമുണ്ടോ? ആർ യു എ പീസ് മേക്കർ ഇൻ ദ ഫാമിലി? നിങ്ങളുടെ കുടുംബത്തിനകത്ത് കഴിയുമെങ്കിൽ, വചനം പറയുന്നത് എബ്രായർ 12:14, കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കാം. ഹല്ലേലൂയ.
വഴക്കുണ്ടാക്കാനല്ല, ഒരു പ്രശ്നമൊക്കെ കണ്ടാൽ ചിലപ്പോൾ അങ്ങ് കണ്ണടച്ചേക്കണമെന്ന്. എന്തോൻ്റെ പുറകെ അടിച്ച് വഴക്കുണ്ടാക്കി പോകാനാ? എത്ര തെറ്റ് സംഭവിക്കാത്ത ആരെങ്കിലും ഉണ്ട്? നമ്മൾ എത്രയെല്ലാം തെറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്കറിയണം, ഹല്ലേലൂയ, തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കാം. അത് ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനുമുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഒരു വലിയ ലോകമറിയപ്പെടുന്ന പ്രവാചകനോ പ്രഭാഷകനോ, ലോകമറിയപ്പെടുന്ന രോഗശാന്തി വരപ്രാപ്തനോ പാട്ടുകാരനോ ഒന്നും ആയില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവത്തോട് എൻ്റെ സ്വഭാവം അനുരൂപപ്പെടണം. റേബാല വൈഷമനാഥകന ഒറ്റിക്കൊടുക്കുവാൻ ചുംബനം ചെയ്തുകൊണ്ട് നടന്നു നിന്നിരുന്ന യൂദായും സ്നേഹിത വന്ന കാര്യമെന്ത് എന്ന് ചോദിക്കുന്ന യേശുവിൻ്റെ ഒരു ഭാവം എന്നിൽ ഉണ്ടാകട്ടെ എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. തള്ളിപ്പറയുന്ന പത്രോസിൻ്റെ 2 കാലം ചേർത്ത് കഴുകുവാൻ മനസ്ഥിതി കാണിച്ച ക്രിസ്തുവിനുള്ള ഭാവം തന്നെ ഇന്ന് പകൽക്കാലം നമ്മിലുണ്ടാകട്ടെ. ശത്രുക്കളുടെ ബന്ധത്തിൽ നമുക്ക് ശത്രുക്കളില്ല ഈ ലോകത്തിൽ. ഒന്നാമത്തെ കാര്യം, ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുവാണ് എനിക്കൊരു ശത്രു ഉണ്ടെന്ന്, ചുമ്മാ തോന്നിയിരിക്കട്ടെ മനസ്സിൽ. ആരുടെയൊക്കെ പേരൊക്കെ വന്ന് തോന്നും മനസ്സിലല്ലേ? ഓക്കെ, ഉണ്ടെന്നിരിക്കട്ടെ. അവരോടുള്ള ബന്ധത്തിൽ 3 മനോഭാവങ്ങളാണ് ദൈവം പറഞ്ഞത്. ഒന്ന്, നിൻ്റെ ശത്രുവിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രേ ഫോർ യുവർ എനിമി. ഇന്ന് തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇന്ന് ഇഷ്ടമില്ലാത്തവരെ അന്ന് നമ്മുടെ ബെഞ്ചെ കൊണ്ട് അടുത്തിരുത്തും. സവായത്തിന് മുമ്പ് പറയും, ഈ പുള്ളിയോട് ഞാൻ പാസ്റ്റർ, ഞാൻ ആ പുള്ളിയോട്, ഇവിടുത്തെ കാര്യമല്ല ഈ പറയുന്നത്, മൊത്തം ഇവിടുത്തെ കാര്യം എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. പാസ്റ്ററെ, ആ പുള്ളിയോട് എനിക്ക് ഇനി ഒരു ഇടപാടൊന്നും വേണ്ട, സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. കാണുമ്പോൾ ഞാനങ്ങ് ഒഴിഞ്ഞു പോയേക്കാം, ഞാൻ വഴക്കൊന്നുമില്ല. പക്ഷേ അന്ന് മീറ്റിങ്ങിന് വരുന്നപ്പോൾ ആ പുള്ളി വന്ന് വലതുവശത്തങ്ങ് ഇരുന്നു. അന്നത്തെ ആരാധന മൊത്തം പോയി കിട്ടിയേ. അപ്പോൾ അവിടെ യേശു പറഞ്ഞത് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2, നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കണം. ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. 3, ശത്രുവിന് വിശക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? തിന്നാൻ കൊടുക്കണം. പ്രൈസ് ഗോഡ്. അടുത്ത പ്രാവശ്യം വീട്ടിൽ ഉണ്ണാൻ വിളിക്കേണ്ടത് വിരോധമുള്ളവരായിരിക്കണം. 2 കൂട്ടത്തിലുണ്ടോ ഇതൊക്കെ? എവിടുന്ന് കിട്ടി സാധനത്തിനെ വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ ചോദിക്കില്ല, നാളെ ഈ പാസ്റ്ററോട് ചോദിക്കരുത് അല്ലേ? അപ്പം ഇതെല്ലാം ശത്രുവിനെ സ്നേഹിക്കണം, ശത്രുവിന് തിന്നാൻ കൊടുക്കണം. അവർക്ക് വേണ്ടി ചുമ്മാ 2 മിനിറ്റ് വിരോധമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ വിരോധം അങ്ങ് അലിഞ്ഞു പോകും. കർത്താവ് എന്നോട് സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. അപ്പം സമാധാനമില്ലാത്ത സമ്പത്ത് അനുഗ്രഹമല്ല. എനി പൊസഷൻ വിതൗട്ട് പീസ് ഇറ്റ്സ് നോട്ട് എ ബ്ലെസ്സിങ്. 2, ഹല്ലേലൂയ, ദ ട്രഷേഴ്സ് വിതൗട്ട്, ഹല്ലേലൂയ, നമുക്ക് വാങ്ങിച്ചു കൂട്ടിയ ഒരു ധനവും, പ്രൈസ് ഗോഡ്, നമ്മൾ വാങ്ങിച്ചു കൂട്ടിയ ഒരു വരുമാനങ്ങളും നന്മകളും, ഹല്ലേലൂയ, ആടി ഉലയുന്ന ബന്ധം വെച്ചാണെങ്കിൽ, എനി റിച്ചസ് വിത്ത് എ ബ്രോക്കൺ റിലേഷൻഷിപ്പ് വിൽ നോട്ട് ബി എ ബ്ലെസ്സിങ്. യാക്കോബ് വാരിക്കൂട്ടിയ സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷേ ആടി ഉലഞ്ഞ ബന്ധമാണ്. അപ്പനോട് ചേരത്തില്ല, അമ്മയോട് ചേരത്തില്ല, സഹോദരനെ കണ്ടാൻ മിണ്ടത്തില്ല, അമ്മാവിയപ്പനോട് അടിച്ചു പിരിഞ്ഞ് വന്നിരിക്കുന്നു. പിന്നെ എങ്ങനെ ഈ സമ്പത്ത് അനുഗ്രഹമായി മാറുന്നത്? ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു റിച്ചസും അതൊരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇന്ന് പകൽക്കാലം മെൻഡ് ദ റിലേഷൻഷിപ്പ്. ഇന്ന് രാവിലെ ഇവിടെ ഒരു മുറിവുണങ്ങുന്ന ശുശ്രൂഷ നടക്കണം. ഗോഡ് വാണ്ട് ടു റെക്കൺസൈലേഷൻ. ക്രൂശിൽ നമുക്ക് വേണ്ടി നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് യേശു ചെയ്തത്. ചിൽഡ്രൻ, അല്ലല്ലേ, ഗെറ്റ് എ റെക്കൺസിലേഷൻ വിത്ത് യുവർ പേരൻസ്, ഹസ്ബൻഡ് ഓർ വൈഫ്. ഐ എം നോട്ട് ബ്ലെയിമിങ് എനിബഡി, ബട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് ക്ലിയർലി റിവീലിംഗ് ദാറ്റ് നൗ there is a wound, the deeper wound. You may have bandage. അത് നിങ്ങളിങ്ങനെ മൂടി വച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ അകത്തിരുന്ന് വിങ്ങുന്നത് ദൈവത്തിനറിയാം. ഇന്ന് പകൽ മനഃപൂർവ്വമായി ക്ഷമിക്കാൻ തയ്യാറാകണം. പ്രൈസ് ഗോഡ്. നാട്ടിൽ നിങ്ങളുടെ അവകാശം എടുത്തവരായിരിക്കാം, സ്വത്തെടുത്തവരായിരിക്കാം, നിങ്ങളുടെയുള്ള നന്മകളെല്ലാം കൊണ്ടുപോയവരായിരിക്കാം, നിങ്ങൾക്ക് തന്നിട്ട് വാങ്ങിച്ചിട്ട് തിരിച്ചു തരാത്തവരായിരിക്കാം, നിങ്ങളെ ആക്ഷേപിച്ചവരായിരിക്കാം, നിങ്ങൾക്കെതിരെ കത്തെഴുതിയവരായിരിക്കാം, അപവാദം പറഞ്ഞവരായിരിക്കാം. പക്ഷേ ഇന്ന് രാവിലെ ബന്ധങ്ങൾ ഉറപ്പിക്കണം. ഏശാവിനെ ചുംബിച്ച് കരയുന്ന യാക്കോബാണ് ഞാൻ കണ്ട വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട യാക്കോബ്. വാരിക്കൂട്ടിയ സമ്പത്തിനേക്കാൾ എത്ര വലുതാണ്. ഇന്ന് പകൽക്കാലം, അല്ലേ, കുടുംബ പ്രശ്നമാണോ, ഭവനത്തിൽ ചെന്നിട്ട് ഭാര്യയും ഭർത്താവും ഒന്ന് കൈ കോർത്ത് പിടിച്ചിട്ട്, കുഞ്ഞെ ഞാൻ അന്ന് പറഞ്ഞ തെറ്റായിപ്പോയി, ഭാര്യ പറഞ്ഞടച്ചാൽ ഞാൻ അന്ന് പറഞ്ഞ തെറ്റായിപ്പോയി. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിൽ നിങ്ങൾ അറിയാത്തൊരു ആത്മസാന്നിധ്യം നദി പോലെ ആ കുടുംബത്തിൽ ഒഴുകാൻ തുടങ്ങും. റീബാലബ ഷത്തനാഥകന യാബൂക്ക് കടയിൽ കൊട്ടിക്കരഞ്ഞ് വിളിച്ചു പറഞ്ഞാട്ട്, അയ്യോ ഞാൻ തെറ്റിപ്പോയി. ഉപവാസ പ്രാർത്ഥന, ഹല്ലേലൂയ, ദ സ്പിരിറ്റ് ഓഫ് റെക്കൺസിലിയേഷൻ മൂവ് അമംഗ് us in a very unique way. ഇന്ന് പകൽക്കാലം ഉടഞ്ഞ ഹൃദയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പണിയപ്പെടുന്ന പകലായി മാറട്ടെ. റീബാല ഹത്തരാധകൻ, ഹല്ലേലൂയ, വർഷങ്ങൾ പഴക്കമുള്ള എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം പാസ്റ്റർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, അവരുടെ സ്വഭാവമല്ല ഇവിടുത്തെ വിഷയം. നമുക്ക് അക്കരെ നാട്ടിൽ പോകണം വല്ല വിധേനെ.
യാബോക്ക് കടവ് കടക്കണമോ, അക്കരെ നാട്ടിലേക്ക് കാലെടുത്ത് വെക്കണമോ? ഇന്ന് പകൽക്കാലം ഈ ദൂത് കേട്ടുകൊള്ളുക. ആടിയുലയുന്ന ബന്ധങ്ങൾ വെച്ച് വാരിക്കൂട്ടുന്ന നന്മകൾക്കൊന്നും സ്വർഗം വിളിക്കുന്ന പേരല്ല ബ്ലെസ്സിങ് എന്ന്, നന്മകളെന്ന്. നിരപ്പിൻ്റെ ആത്മാവിൻ്റെ സ്പർശനമില്ലാത്ത ഒരു സമ്പത്തും സമ്പത്തല്ല. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി ഒന്ന് ഹൃദയം തുറന്ന് പറഞ്ഞാട്ട്. പ്രൈസ് കൊടലളിയ. ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ 32 years ആയി. ഹല്ലേലൂയ. 32 വർഷം മുമ്പ് മെയ് മാസം 8-ാം തീയതി 1992 മെയ് മാസം 8-ാം തീയതി ദൈവശബ്ദം കേട്ട് ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വലിയ സുഖമുള്ള പരിപാടിയാണെന്ന്. അപ്പൻ്റെ കൂടെയൊക്കെ സുവിശേഷ വേലയ്ക്ക് അറിയാമെങ്കിലും എൻ്റെ ഹല്ലേലൂയ അന്നത്തെ കാലത്ത് അല്പം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര ആഡംബരമായിരിക്കുമെന്ന്. പക്ഷേ കാലത്തിൻ്റെ പഴക്കത്തിൽ മനസ്സിനൊക്കെ വേദന. പക്ഷേ അപ്പൻ എന്നോട് പറഞ്ഞ പല കാര്യങ്ങളും, വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചെവി പോലും കേട്ടില്ല. എൻ്റെ സ്വന്തം ബുദ്ധി, എൻ്റെ ജ്ഞാനം, രഹബയാമിൻ്റെ കൂട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൗവനക്കാരുടെ ആലോചനയൊക്കെ കേട്ടിട്ട് പോയി അവസാനം താറുമാറായി മിനിസ്ട്രി ഒന്നും കൊണ്ടുപോകാൻ പറ്റാതെ വന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ എൻ്റെ മനസ്സിങ്ങനെ എനിക്ക് എന്നോട് തന്നെ ഒരു വിരോധം. പിതാവിൻ്റെ വാക്കുകളൊന്നും കേട്ടതില്ല. അതൊന്നും എന്നെ കുറ്റബോധമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പനും അമ്മയും പറഞ്ഞ നല്ല ഉപദേശങ്ങളാണ്. പക്ഷേ ഒരു പ്രാവശ്യം എൻ്റെ അപ്പൻ എനിക്കൊരു കത്ത് എഴുതിയായിരുന്നു, മോനെ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ ഇങ്ങനെ പോയാൽ ഇതിന് നല്ലൊരു ശുഭഭാവി ഉണ്ടാകത്തില്ലെന്ന്. അതും ഞാൻ വലിച്ചു കയറി കളഞ്ഞു. പക്ഷേ ഒരു ദിവസം പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പരിശുദ്ധൻ എന്നോട് പറഞ്ഞു, അന്ന് പറഞ്ഞ ആ പദം എനിക്ക് ഓർമ്മ. യോസഫിൻ്റെ മറന്നുപോയ പാനപാത്രവാഹൻ ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു എന്ന് പറഞ്ഞ കണക്ക്. എനിക്ക് തോന്നുന്നു 1999 ഞാനൊരു കത്തെടുത്തിട്ട്, അന്നേരം ഇല്ലൻ്റാണല്ലോ, ബാംഗ്ലൂരിൽ ഇരുന്നുകൊണ്ട് എൻ്റെ പിതാവിനൊരു കത്തെഴുതി, പപ്പ അന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വരുന്നു, അത് നിമിത്തമുണ്ടായ മുറിവിന് ഞാൻ ക്ഷമയോദിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. ആ കത്ത് അവിടെ 7 ദിവസം കൊണ്ടായിരിക്കും കിട്ടിയത്. അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഡെലിവറൻസ് ഉണ്ടായി. ഹല്ലേലൂയ. ഒരു അൺകണ്ടീഷണൽ റെക്കൺസിലിയേഷന് ഇന്ന് പകൽക്കാലം കുടുംബങ്ങൾ തയ്യാറായിക്കട്ടെ. I know you are tortured by your husband, you are tortured by your wife, all accusation, unwanted things, every calamities, every conflict is there. Still, beyond that, the love of the Lord is going to flow like a river. ഇന്ന് പകൽക്കാലം ദൈവസ്നേഹം ഒരു നദി പോലെ ഒഴുകിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന പകലായി മാറട്ടെ. കാരണം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം ഞാനൊരു അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ദൈവം ചിലരുടെ മുറിവുകൾ ഇന്ന് പകൽക്കാലം ഉണക്കാൻ പോകുക. വർഷങ്ങൾ പഴക്കമുള്ള ചില മുറിവുകൾ, നിങ്ങൾ പോലും മറന്നുപോയ അകത്ത ഹൃദയത്തിനേറ്റ വെട്ടേറ്റ ചില മുറിവുകളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തുന്നിക്കെട്ടിയിട്ട് ആൾ മാറിയവളെ പോലെ ആലയത്തിനകത്ത് നിങ്ങളുടെ ആത്മീയത്തിനൊരു വർധന വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആരോഗ്യം അത് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. അങ്ങനെയാണ് അവിടെ നാം വായിച്ച അപ്പോസ്തല പ്രവൃത്തിയിൽ സമാധാനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആത്മീയവർദ്ധന പ്രാപിച്ചു, സഭ എണ്ണത്തിൽ പെരുകിയെന്ന്. അങ്ങനെ ചർച്ച് ബിഗാൻ ടു മൾട്ടിപ്ലൈ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മടങ്ങി വരുന്നു. ഹല്ലേലൂയ. അപ്പം ആടിയുലഞ്ഞ ബന്ധം വെച്ചുള്ള സമ്പത്തല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത സമ്പത്തല്ല ദൈവമക്കളെ. അത് തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ട, യാക്കോബ് ചോദിക്കുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറയുമ്പോൾ ആടിന് വർദ്ധിക്കാനോ വീട് വലുതാകാനോ അല്ല യാക്കോബ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ഞാൻ നടന്നു ചെല്ലുമ്പോൾ ക്രുദ്ധിച്ചു നിൽക്കുന്ന എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ മുഖഭാവം മാറുന്ന ഒരു അഭിഷേകം എനിക്ക് വേണം. അപ്പം എനിക്ക് വേണ്ടത്, അപ്പം യഹോവ അവനെ അവിടെ വെച്ച് അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, അയ്യോ കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചാൽ ആ മുടന്തൂടെ മാറണ്ടേന്ന്. പക്ഷേ ഇനി അവിടെ ആ ദൂതൂടെ കേട്ടോണം, അല്ലയ, സം ഓഫ് യുവർ ക്രിപ്പിൾനെസ്, സം ഓഫ് യുവർ ബ്രോക്കൺനെസ് വിൽ ബി ദെയർ ഫോർ ലൈഫ് ടൈം. ചില ഉടവുകളും ചില മുടന്തുകളും ജീവിതകാലം മുഴുവൻ കാണും. ബട്ട് യു ആർ ബ്രോക്കൺ ഫോർ എ പർപ്പസ്. നിങ്ങൾ ഉടഞ്ഞതൊരു അനുഗ്രഹത്തിന് വേണ്ടിയാണ്. 130-ാമത്തെ വയസ്സിൽ നടക്കുന്ന യാക്കോബ് മുടന്തുള്ള കാലമാണ്. യാക്കോബിൻ്റെ മുടന്ത് ജീവിതകാലത്ത് മാറിയിട്ടില്ല. ജീവിതകാലത്ത് ചില പ്രതിസന്ധി ഒന്നും എന്ത് ചെയ്യത്തില്ല, ജീവിതകാലത്ത് മാറത്തില്ല. മറ്റൊരാൾ ഒരു അച്ചായനോട് പറഞ്ഞു, ഇതൊക്കെ തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നരുത്, സീരിയസ് ആയിട്ട് ശുശ്രൂഷയുടെ ഭാഗമാണ്. ഒരു അച്ചായനോട് പറയാണ്, പാസ്റ്ററെ ഞാൻ ഇവിടെ ചാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ എനിക്ക് സമാധാനമായിട്ട്? ആ പുള്ളിക്കാർ ഇത് തന്നെ പ്രാർത്ഥിക്കുന്നത്. എന്താ അപ്പം 6 പ്രാർത്ഥന ദൈവം കേൾക്കണം. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു 2 കൂടെ കിടന്ന് അടിച്ചു കത്തോട്ടെന്ന്. ഇപ്പം ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു സൗഖ്യം വേണം, എനിക്ക് എന്ത് വേണം? എനിക്ക് ആടിൻ്റെയും മാടിൻ്റെയും സമ്പത്തും ദാസിദാസന്മാരുടെ ഈ എണ്ണവും വെച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ, പാവം അവിടെ വെൽക്കം കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി സ്വാഗത സംഘമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. യേശാവ് 400 ആളുകളുമായിട്ട് വരുന്നെന്ന് കേട്ടെന്ന്. പാവത്തം വെൽക്കം കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്, അനിയനെ കൊണ്ടുപോകാൻ വേണ്ടി. ഈ പുള്ളി ഓർത്ത് അടിക്കാൻ വരുവാന്ന്.
ഇതൊക്കെ തെറ്റിദ്ധാരണയല്ലേ? നമ്മൾ പല പ്രശ്നവും തെറ്റിദ്ധാരണയാണ്. പാവത്താനാണ്, അയ്യോ എൻ്റെ സഹോദരൻ എത്ര നാളായി കണ്ടിട്ട് അവന് പാവം കുറേ അനുഗ്രഹം കൊണ്ടുപോലെ എനിക്കൊരു കുറവും ദൈവം വരുത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പാവത്താൻ ഒരു 400 പേരെയൊക്കെ വിളിച്ചിട്ട് വണ്ടിയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ പുള്ളി പേടിച്ചു പോയത്. ഹാലലൂയ. നമ്മൾ തെറ്റിദ്ധാരണ ചെയ്ത് കേട്ടോ. എന്നിട്ട് യാക്കോബ് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ല. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവമക്കളെ സ്തോത്രമല്ല, ദൈവമക്കളെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള അനുഗ്രഹമാണ് നമ്മുടെ അനുഗ്രഹം. മോശെ അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞ് യാക്കോബിൻ്റെ ദൈവമാണെന്ന്, റെക്കൺസിലിയേഷൻ്റെ ദൈവമാണ്. മോശയുടെ സ്വഭാവം വെച്ച് നേരം വെളുക്കുമ്പോൾ രാവിലെ ഒരു വടി എടുക്കുക, അല്ല പ്രശ്നം ഉണ്ടാക്കുക, ഓർത്തിന് എന്ത് ചെയ്യണം? തല്ലിക്കൊല്ലണം, മണലി മറവ് ചെയ്യണം. പക്ഷേ 40 വർഷം മണ്ണിൽ മുഖമമർത്തി കരയുന്ന മോശയായി മാറിയത് അവൻ യാക്കോബിൻ്റെ നിരപ്പിൻ്റെ ദൈവത്തെ കണ്ടതുകൊണ്ടാണ്. എന്ന പകൽക്കാലം ഹല്ലേലൂയ, your encounter with God will transform your life, absolutely transform. You will become a man of interceding, woman of praying and crying in the presence of the Lord. എന്ത് ജനം കല്ലെറിയാൻ അല്ലെങ്കിൽ കല്ലെടുക്കുന്നു, ജനം ആക്ഷേപം പറയുന്നു, മോശെ നീ ആരാന്ന് ചോദിക്കുന്നു, തള്ളിക്കളയുന്നു. പക്ഷേ ആ സമയത്തൊക്കെ മണ്ണിൽ മുഖമമർത്തി കരയുന്ന, അയ്യോ ഈ ജനത്തോട് കോപിക്കരുത് ദൈവമേ, എൻ്റെ പേര് വേണേ വെട്ടിക്കളഞ്ഞോ എന്നൊക്കെ പറയുവാൻ മോശയെ പ്രാപ്തനാക്കിയത് യാക്കോബിൻ്റെ ദൈവത്തെ, യാബോക്കിൽ ഇറങ്ങി വന്ന ദൈവത്തെ മോശെ അറിഞ്ഞതുകൊണ്ടാണ്. ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, മറക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവമെന്നറിയണം. ഹല്ലേലൂയ. എന്താ അനുഗ്രഹം! പ്രൈസ് ഗോഡ്. മുടന്തുള്ള കാലിലും ശുശ്രൂഷയുണ്ടെന്ന് വെളിവാകണം. മോശെ നിനക്ക് വിക്കുണ്ട്, അതാണ് അവിടുത്തെ ചിന്ത. നിനക്ക് വിക്കുണ്ട്. മോശ വന്ന് പറഞ്ഞു, അല്ലേ കർത്താവേ, ഞാൻ വിക്കുള്ള നാവും തടിച്ച നാവുള്ളവനാണ്, എനിക്ക് സംസാരിക്കാനൊന്നും പ്രാപ്തിയില്ല. സത്യത്തിൽ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മോശ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇഫ് യു വാണ്ട് മീ ഇഫ് യു വാണ്ട് ടു പിക്ക് മീ ആസ് എ ലീഡർ, ഇമ്മീഡിയറ്റ്ലി എന്ത് മാറണം? വിക്ക് മാറണം. പ്രൈസ് ഗോഡ്. അതില്ലയോ? ദൈവം കർത്താവ് എന്നെ ശുശ്രൂഷകളൊക്കെ പറയത്തില്ല, കർത്താവ് അല്ലേ എല്ലാ ശുശ്രൂഷയ്ക്ക് എല്ലാ വഴിയും ഒഴുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാം. ഞാൻ നിലവിലെ ദേവാസമോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അച്ചായം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് പ്രാർത്ഥിച്ച്, കർത്താവ് കോട്ടയം പട്ടണത്തിൽ എനിക്ക് 5 ഏക്കർ സ്ഥലം തരാമെങ്കിൽ എല്ലാ വർഷവും ഞാൻ മുടങ്ങാതെ കൺവെൻഷൻ നടത്തിക്കൊള്ളാം. ഉള്ള 5 സെൻറ്റിനകത്ത് ഒരു കുടുംബ പ്രാർത്ഥന നടത്താത്തതാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ദൈവം അങ്ങനെയൊന്നും തരത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്കുള്ളത് കൊണ്ട് ദൈവത്തെ മാനിക്കുമ്പോഴാണ് അല്പത്തിൽ വിശ്വസ്തന്മാരെ ദൈവം എന്ത് ചെയ്യുന്നത്? അധികത്തിന് വിചാരകന്മാരാക്കി മാറ്റുന്നത്. പ്രൈസ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? യാക്കോബ് പ്രാർത്ഥിക്കുക, മോശ പ്രാർത്ഥിക്കുക, ഇവർ പ്രാർത്ഥിക്കും, ഇതിൻ്റെ വിക്ക് മാറും. ദൈവം പറഞ്ഞു, നീ ജീവിതകാലം മൊത്തം പ്രാർത്ഥിച്ചാലും ഞാൻ വിക്കൊന്നും മാറ്റത്തൊന്നുമില്ല. യു ആർ ക്രിപ്പിൾ ഫോർ എ പർപ്പസ്. നമ്മുടെ പല മുടന്തും ദൈവം അറിഞ്ഞുള്ളതാണ്. ഈ പാസ്റ്റർ എന്താ പറഞ്ഞു വരുന്നത്? ഈ നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു. ഈ നടുവേദന, അത് ചില നടുവേദനയൊന്നും ദൈവം മാറ്റത്തില്ല. ചില കാലിൻ്റെ വേദന ദൈവം മാറ്റം. നിങ്ങൾ പ്രാർത്ഥിച്ചോ, അതിനൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ചില വേദന മരണം വരെ കാണും. പൗലോസിൻ്റെ മേലുള്ള ശൂലം ഉത്തരീയം വലിച്ചെറിഞ്ഞ് രോഗികൾ സൗഖ്യമാകുമ്പോഴും യൂത്തിക്കോസുമാരെ തഴുകി ജീവനിലേക്ക് മടങ്ങിക്കൊണ്ടുപോരും. അകത്തൊരു മുള്ളുണ്ടെന്നുള്ള കാര്യം കാണുന്നവർക്ക് അറിയത്തില്ല. പക്ഷേ ഈ മുള്ളുള്ളത് കൊണ്ടാണ് ശുശ്രൂഷ നിൽക്കുന്നത്. ഈ മുള്ള അകത്തിരിക്കുന്നത് കൊണ്ടാണ് കൃപയെന്ന് വീണു പോകാത്തത്. കുഞ്ഞെ, ഈ വേദന ബിക്കോസ് ഓഫ് ദിസ് ചെയിൻ, ബിക്കോസ് ഓഫ് ദിസ് പെയിൻ, ബിക്കോസ് ഓഫ് ദിസ് തോൺ വിത്തിൻ യുവർ ഫ്ലഷ്, ഓൺലി വൺ റീസൺ ദാറ്റ് യു ആർ സ്റ്റിൽ സ്റ്റാൻഡിങ് അബൗണ്ടിങ് ഇൻ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ്. കൃപ കൊണ്ട് നടക്കുന്ന എത്രയോ ദേവദാസന്മാരുടെ നിന്ന് സംസാരിക്കണം. വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ പാസ്റ്റർമാരെയൊക്കെ വിളിച്ചൊന്ന് സംസാരിക്കണം. നിങ്ങൾ നോക്കുമ്പോൾ നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് അലറി കീറി മൈക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആവേശത്തോടെ നിൽക്കുന്ന പാസ്റ്റർമാർ സമയം കിട്ടുമ്പോൾ ചോദിക്കണം എങ്ങനെയുണ്ട് ജീവിതം എന്നൊക്കെ. അവരോടൊക്കെ ഒന്ന് പഠിക്കണമെന്നേ. ഹല്ലേലൂയ. മുള്ളുകളും വേദനകളും ശോധനകളും നിന്ദകളും അവമാനമുള്ളപ്പോൾ ആ മുള്ളിൻ്റെ മുനയെ കൃപ കൊണ്ട് പൊതിഞ്ഞ ശുശ്രൂഷിപ്പാൻ ദൈവം പ്രാപ്തി തരുന്നത്. ഓരാബ ശതനാഥകന. എൻ്റെ വേദന 4 പേരറിയാതെ, എൻ്റെ ആവശ്യങ്ങൾ 4 പേരറിയാതെ, എൻ്റെ കഷ്ടത 4 പേർക്ക് വെളിപ്പെടാതെ മുള്ളിൻ്റെ മുനയെ കൃപ കൊണ്ട് പൊതിഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ രോഗം ഇരിക്കുമ്പോഴും രോഗശാന്തി ശുശ്രൂഷ ചെയ്യുവാൻ, ഇവിടെ വേദന ഇരിക്കുമ്പോഴും അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, ഇവിടെ നിന്നയുള്ളപ്പോഴും അനേകരെ മാനിക്കുവാൻ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ ദൈവം പ്രാപ്തനാക്കുന്നുവെങ്കിൽ നിൻ്റെ വേദന അകത്തിരിക്കുമ്പോഴും ആ വേദന ആരും അറിയത്തില്ല. നിൻ്റെ പാട്ടും നിൻ്റെ പ്രാർത്ഥനയും നിനക്ക് മൂർച്ച കൂട്ടി അതിന് ബലം തന്ന് കൃപ കൊണ്ട് പൊതിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ അതിന് ആമേൻ പറയും? ഇന്നുള്ള വേദന നൽകുന്ന ശോധനായി, ഇന്നുള്ള ശോധന നൽകുന്ന വേദന വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ച് ആശ്വസിച്ച് ആനന്ദിക്കും ഞാൻ സദാ. വിശ്വസിച്ച് ആശ്വസിച്ച്
ആനന്ദിക്കും ഞാൻ സദാ അനാദിനാഥനേശുയൻ ദാനം. അന്യനായി ഭൂവിലം നാൾ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാ ഭൂവിലം നാൾ ധന്യനായി ഞാൻ. ഇന്നുള്ള വേദനയും ഇന്നുള്ള ശോധനയും വിഷമമുള്ളതാ, പക്ഷെ അതിൻ്റെ വില പൊന്നിനേക്കാൾ വലുതാണ്. യാക്കോബിൻ്റെ മുടന്തുള്ള കാല് ബ്രോക്കൺ ഫോർ എ പർപ്പസ്. 130 വയസ്സിൽ മുടന്തനായി വടിയും കുത്തിപ്പിടിച്ച് നടക്കുക. ഉൽപ്പത്തി 49 അവസാന വാക്യം, എബ്രായർ 11-27 വാക്യമൊക്കെ വായിക്കുമ്പോൾ ജീവിതകാലത്ത് ഈ മുടന്ത് മാറിയിട്ടില്ല. വടിയുടെ അറ്റത്ത് ചാരി നിന്നുകൊണ്ടാണ് മക്കളെയൊക്കെ അനുഗ്രഹിച്ചത്. പിന്നെ മരിക്കാൻ നേരം കട്ടിലേൽ ഉൽപ്പത്തി 49 അവസാനത്തെ വാക്യം, കട്ടിലേൽ കാല് വലിച്ചെടുത്ത് വെച്ച ശ്വാസം വിട്ടത്, തന്നെ പൊങ്ങത്തില്ല. പക്ഷേ ഭയങ്കര അനുഗ്രഹമായിരുന്നു കേട്ടോ. ഹാലയിൽ ഭയങ്കര അനുഗ്രഹമായിരുന്നു. മക്കളെ അനുഗ്രഹിക്കണോ, ആ കൈ ശക്തിയുണ്ട്. ഹല്ലേലൂയ. മിസ്രയീമിൻ്റെ ബന്ധനത്തിൽ നിന്ന് എഫ്രൈമിനെ മനസ്സെ ഉയർത്തിയെടുക്കണമോ, ആ കയ്യിൽ അനുഗ്രഹം ഉണ്ടെന്നേ. കാലിൻ്റെ വേദനയൊന്നും അതിന് തടസ്സമല്ല. സഹോദര സഹോദരി, നിൻ്റെ ഉളുക്കൊന്നും ഇതിന് തടസ്സമല്ലെന്നും. നിൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത, നിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ ശോധനയൊന്നും നിൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമാകരുത്. റീബാല ഹത്വരാധകന. ഹല്ലേലൂയ. ബ്രോക്കൺ ഫോർ എ പർപ്പസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. 130 വയസ്സിൽ മഹന്ന എന്ന മന്ത്രിയെ കാണാൻ വേണ്ടി 75 പേര് രഥത്തിലൊക്കെ മിസ്രയീം രഥത്തിൽ പോകുന്ന വളരെ മനോഹരമായൊരു യാത്ര. ഇത്ര ആവേശമെന്നറിയാമോ? മിസ്രയീമിലെ പെൺകതിരുകൾ പൂട്ടിയ രഥം, അല്ലെങ്കിൽ യോസഫും ഹല്ലേലൂയ അയച്ച രഥം, മന്ത്രിമാർ സേവകർ എല്ലാവരും കൂടെ ചേർന്നിട്ട് യാക്കോബിൻ്റെ 11 മക്കളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി നമുക്കറിയാം, അവിടെ ചെല്ലുന്ന മിസ്രയീമിൻ്റെ കൊട്ടാരത്തിൽ ആര് ചെയ്ത് കയറി ചെല്ലുകയാണ്. മന്ത്രിയുടെ അപ്പനും കൂട്ടരൊക്കെ ആണെങ്കിൽ അരി വാങ്ങാനാണ് വന്നത്, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വന്നത്. പ്രൈസ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതായിരിക്കും, ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറയും. ഈ ഫറവോൻ എന്ന് പറഞ്ഞാൽ മലയാളിയുടെ കൂട്ട കസേര എഴുന്നേക്കത്തില്ല, എന്തും ആർക്കും കൊടുക്കും, കസേര മാത്രം. ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഫറവോൻ്റെ കാര്യമാണ് പറഞ്ഞത്. മലയാളിയുടെ സ്വഭാവം ഉണ്ടെന്നേ ഉള്ളൂ. കാരണം കസേര ഒഴിച്ച് ബാക്കി എന്തും ആർക്കും കൊടുക്കും. യോസഫിൻ്റെ കൊറോണേഷൻ അറിയാമല്ലോ. യോസഫിനെ പിടിച്ച് നീ ആയിരിക്കും ഇവിടുത്തെ പ്രധാനമന്ത്രി. ഹല്ലേലൂയ. സ്വർണ്ണ സരപ്പള ഊരി അവൻ്റെ കയ്യിലോട്ട് വെക്കുന്നുണ്ട്. പറഞ്ഞു, നീ മോതിരം നിനക്ക് തരികയാണ്, നിനക്ക് ഉടുപ്പ് തരികയാണ്, എല്ലാവരും നിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും? മുട്ടുകുത്തും. നീ പറയാതെ ഇവിടെ ഒന്നും വീഴ്ച പോലും, പക്ഷേ കസേര മാത്രം തരത്തില്ല. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നെക്കാട്ടിൽ വലിയവനായിരിക്കും. 97 വയസ്സിലും സെൻറ്ററായിട്ട് തന്നെ ഞാൻ മരിക്കത്തുള്ളൂ എന്നൊക്കെ എൻ്റെ അർത്ഥം. പക്ഷെ എൻ്റെ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ഇരുത്തി അങ്ങ് അടക്കണം ഈ കസേരയോട് കൂടെ. അപ്പം അങ്ങനെ കൊടുക്കാതിരിക്കുന്ന യോസഫ് പക്ഷേ 130 വയസ്സിൽ ഫറവോൻ്റെ കൊട്ടാരത്തിലൊക്കെ ഹല്ലേലൂയ നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർ ധരിക്കുന്ന ഹല്ലേലൂയ ആ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് കന്തൂറയൊക്കെ പോലെ ഇട്ടിട്ട് തലയിലൊരു കെട്ടുമൊക്കെ കെട്ടിയിട്ട് മുടന്തി ചെല്ലുന്ന ആര്? യാക്കോബ്. നിങ്ങൾ ഒരാളെ കണ്ടാൽ എന്തുവാ ചോദിക്കുന്നത്? സാധാരണ അമേരിക്കയിലെ സ്റ്റൈൽ വെച്ച്, ചിൽഡ്രൻ വാട്ട് യു ആസ്ക് വെൻ യു സീ എ സംബഡി. ഒത്തിരി സാഹിത്യമൊന്നും പറയരുത്. നോർമലി what you are asking when you meet a person first time, what you will ask? For a friend or what you will ask? How are you എന്ന്. പക്ഷേ പറവൻ ചോദിച്ചത് how old are you എന്ന്. അവിടെ വ്യത്യാസം. നിങ്ങൾ ഈ സഹോദരിമാരെയൊക്കെ കാണുമ്പോൾ how old are you ചോദിച്ചാൽ ഓരോ അറിയും. ഈ ആണുങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഈ പ്രായമൊക്കെ പറഞ്ഞത്. ഇവരുടെ കുഴപ്പമൊന്നുമല്ല, നമ്മുടെ മനസ്സുകൊണ്ട് അവർ ചെറുപ്പം, അതുകൊണ്ട് അവർ ചോദിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം പക്ഷേ ഒരാൾ കയറി വന്നാൽ how are you എന്നല്ലേ ചോദിക്കണ്ടേ. പക്ഷെ പറവൻ കയറി വരുന്ന യാക്കോബിനോട് ചോദിക്കാം how old, നിനക്ക് എത്ര വയസ്സായെന്ന്. കാരണം നിൻ്റെ നാട്, കാരണം കൂടെ നിൽക്കുന്ന ഇപ്പം ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ മോനെ കാണുന്നത് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ എനിക്ക് എത്ര വയസ്സ് ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ രൂബേൻ, ശിമെയോൻ, ലേവി, യെഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ, നഫ്താലി, ഗാദ്, ആശേറിനെ എല്ലാം കണ്ടിട്ട് ഇവർ നേരത്തെ ഇവിടെ വന്നിട്ട് ശാപ്പാടടിച്ചിട്ട് പോയത് അവിടെ മിസ്രയീം കൊട്ടാരത്തിൽ കഴിച്ചിട്ട് 2 പ്രാവശ്യം. അതുകൊപ്പം ഏകദേശം ഒരു വയസ്സ് ആർക്കറിയാം? പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുക നിങ്ങൾ, മനസ്സിലാക്കുന്നത്. പറവൻ ഊഹിക്കാൻ പറ്റും ഈ പുള്ളിക്ക് ഏകദേശം ഇത്ര പ്രായമൊക്കെ. പക്ഷേ ഈ മനുഷ്യൻ്റെ നടപ്പും പാവം കണ്ടിട്ട് ചെറുപ്പം തോന്നുന്നല്ലോ. അതാ അനുഗ്രഹം എന്ന് പറയുന്നത്. 90 വയസ്സിലും ചുറുചുറുക്കോടെ കർത്താവിനെ സേവിക്കാൻ പ്രാപിച്ചെടുത്ത ദൈവകൃപയായ യാബോക്ക് കടവിൽ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ 130 വയസ്സിൽ എൻ്റെ നരദുഃഖത്തോടെ പാതാളത്തിൽ പോകുമെന്ന് ഹല്ലേലൂയ 20 വർഷം മുമ്പ് 50 വർഷം മുമ്പ് മുറിക്കകത്ത് കരഞ്ഞ മനുഷ്യനെ നിത്യതയുടെ ദർശനത്തിന് ഓഹരിക്കാരനാക്കി മിസ്രയീമിൽ വടികുത്തിപ്പിടിച്ചും ചുറുചുറുക്കോടെ നടക്കുവാൻ പ്രാപ്തനാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ പേരാണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് പകൽക്കാലം പ്രായം മറന്ന് കർത്താവിനെ സേവിക്കണം. യു മേ നോട്ട് ബി ഏബിൾ ടു സിങ് ആസ് ദ വേ യു ആർ ഇൻ 20 years or no, അതെനിക്കറിയാം.
കാലേ പറഞ്ഞ പോലെ എൻ്റെ മുഖമൊക്കെ ചുക്കിച്ചുളുങ്ങിയിരിക്കാം, തൊലിയൊക്കെ ക്ഷീണിച്ച് കാണാം, വടി കുത്തിപ്പിടിച്ചേക്കാം, പക്ഷേ എൻ്റെ അകത്ത മനുഷ്യന് ഒരു വാട്ടവും പറ്റിയിട്ടില്ല. നാക്കുകൊണ്ട് പാട്ട് പാടുമ്പോൾ കുഴഞ്ഞു പോയേക്കാം, ചിന്തിക്കാൻ പറ്റത്തില്ല, വായിക്കാൻ കണ്ണാടി വേണം, പക്ഷെ അതൊക്കെ ശരിയാണെങ്കിലും എൻ്റെ അകത്തെ ആത്മീയന് ഇന്നും ക്ഷീണം സംഭവിച്ചിട്ടില്ല. പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു വന്നാലും അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ പുള്ളി അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവിടെ വായിക്കുന്നത് 2 പ്രാവശ്യം, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു 46-ാം അധ്യായത്തിൽ ഫറവോൻ 2 പ്രാവശ്യം എഴുന്നേറ്റു. യോസഫ് മന്ത്രിയായപ്പോൾ കസേര തരത്തിലെന്ന് പറഞ്ഞ് അതേ ഫറവോൻ ഹീ സ്റ്റുഡ് അപ്പ് 2 times ആൻഡ് ബോഡ് ഹിസ് ഹെഡ് ബിഫോർ ദിസ് ജേക്കബ് ആൻഡ് ജേക്കബ് ബ്ലെസ്ഡ് ഹിം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താ ഈ അനുഗ്രഹം? മിസ്രൈമിൻ്റെ അധികാരിയെപ്പോലും അനുഗ്രഹിപ്പാൻ കാല് മുടന്താണെങ്കിലും ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്നു. അന്ന് പകൽക്കാലം യാബോക്ക് കടവിൽ പേര് സമ്മതിച്ച് കുറ്റമേറ്റ് പറഞ്ഞ് ഉളുക്കുള്ള കാലോടെ പ്രാപിച്ചെടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ദേശത്തെ അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹമാണ്. അത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ തീമായതുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതാ മോശയോട് പറഞ്ഞത്, മോശേ നീ നടന്നു പോകുമ്പോൾ കൈ ഉയർത്തി ജനത്തെ അനുഗ്രഹിച്ചോണം. അതുകൊണ്ടാണ് മഹാപുരോഹിത അനുഗ്രഹങ്ങളൊക്കെ മോശയുടെ അതിരത്തിൽ കൂടി ജനത്തിൽ കൊടുത്തത്. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളോട് കരുണയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ എന്ന്. അല്ലെങ്കിൽ 600,000 ജനത്തെ അനുഗ്രഹിക്കത്തക്കവണ്ണം മോശയെയും കൂട്ടരെയും പ്രാപ്തരാക്കിയതിൻ്റെ കാരണം സമ്പത്തല്ല, അനുഗ്രഹമെന്ന് അവർ തിരിച്ചറിഞ്ഞു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. മോശെ നീ തിരിച്ചറിയണം, ഞാൻ യാക്കോബിൻ്റെ ദൈവമാണ്. മരുഭൂമി യാത്രയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ജനത്തിന് കൊടുത്തുകൊണ്ടിരിക്കണം. റീബാല കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങ് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. വണ്ടിയുടെയും കാറിൻ്റെ എണ്ണം കൂടുന്നതല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ബ്ലെസ് ദം, ലെറ്റ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ലെറ്റ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ലെറ്റ് ദ ഷാഡോ ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്, ലെറ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ബി അപ്പോൺ ദം എന്ന് പറഞ്ഞവരെ അങ്ങ് അനുഗ്രഹിച്ചാട്ട് അത്യുന്നതൻ്റെ മറവും സർവശക്തിൻ്റെ നിഴലിൻ കീഴും യഹോവയുടെ സങ്കേതവും യഹോവയുടെ സഹിത്വവും യഹോവയുടെ ആലോചനയും ഈ കുഞ്ഞിൻ്റെ മേൽ ഈ കുടുംബത്തിന് മേൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവസഭ അവരെ അനുഗ്രഹിക്കണം. എത്ര പേർ ആത്മാവിൽ സന്തോഷിക്കും? ഇന്ന് പകൽക്കാലം നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് വേണം സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ മരുഭൂ യാത്രയിൽ ദൈവം എന്നെ തടഞ്ഞിരുത്തിയത്, ദൈവം എന്നോട് നിൽക്കാൻ പറഞ്ഞത്, ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് ഓഹരിക്കാരനായി മാറണം. ഓ രാബ ശതനാഥകന. അത് പ്രാപിച്ചത് കൊണ്ടല്ലേ 120-ാമത്തെ വയസ്സിൽ മോശയെക്കുറിച്ച് പറയുന്നു, അവൻ 120 വയസ്സുള്ളവനായി നെബോ പർവ്വതത്തിൽ അന്ത്യശ്വാസം വലിക്കുന്നു. അവൻ മരിക്കുമ്പോൾ അവൻ്റെ കണ്ണ് മങ്ങിയിരുന്നില്ല, ദേഹബലം ക്ഷയിച്ചിരുന്നില്ല. വിശ്വാസത്തിൻ്റെ കാഴ്ചയായത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.